പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം, അതിൻ്റെ അവസാന ഭാഗം. ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ഈ വാക്യത്തിൻ്റെ പ്രധാന ആശയത്തിൻ്റെ വിശകലനത്തിന് വേണ്ടി വേറെ കുറേയേറെ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് കോർത്തിണക്കുന്നുണ്ട്. അത് വായിക്കാൻ പ്രിയ കുഞ്ഞുങ്ങളിവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവർ സമയാസമയങ്ങളിൽ ആ വാക്യങ്ങളെ വായിച്ചുകൊള്ളും. അത് ശ്രദ്ധിക്കുകയും അതിൻ്റെ കുറിപ്പുകൾ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ പ്രഭാഷണവേദിയിൽ സഹയാത്രികനായ കർത്താവിൽ ആദരണീയനായ പാസ്റ്റർ അജയവറുകൾ മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു പഠനം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതിനോട് കോർത്തു വയ്ക്കാവുന്ന, ചേർത്ത് വയ്ക്കാവുന്ന, പിൻ ചെയ്ത് വയ്ക്കാവുന്ന ചില ചിന്തകളാണ് സുവിശേഷാത്മകമായി നിങ്ങളിലേക്ക് പകരാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വചനമല്ലാതെ വേറൊന്നും നാം കേൾക്കുകയില്ല. ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യത്തോടെ മുൻപോട്ടുള്ള കുതിപ്പിനാവശ്യമായ ചിന്താധാരകൾ മാത്രമല്ല, ഈ യോഗം നാട്ടുകാരേറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലുള്ള നിരവധി ആളുകൾക്ക് രക്ഷയുടെ, മോക്ഷത്തിൻ്റെ, മുക്തിയുടെ, സായുജ്യത്തിൻ്റെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, വിടുതലിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ, യഥാർത്ഥ ആത്മീക ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ആഴത്തിലറിയുവാൻ കർമ്മകാണ്ഡങ്ങൾ, യാഗയോഗങ്ങൾ, അർപ്പണതർപ്പണാദികൾ, തിരുനാളുകൾ, പെരുന്നാളുകൾ ആദിയായവ കൊണ്ട് സത്യദൈവത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നുള്ള വസ്തുത വളരെ വ്യക്തമായി, സ്പഷ്ടമായി, സ്ഫുടമായി, യുക്തമായി, ശക്തമായി പുതിയ നിയമത്തിൻ്റെ ആലോചനകൾക്ക് അനുസൃതമായി പറയാനാണ് ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിയോഗിക്കപ്പെടുന്നത്. ഇതേതെങ്കിലും മതത്തെ വ്രണപ്പെടുത്തുകയോ വിശ്വാസ സംഹിതകളെ ദംശനം ചെയ്യുകയോ അല്ല, അവഹേളിക്കുകയല്ല. പകരം സകല മാനവജാതിക്കും വേണ്ടി ദൈവം കൊടുത്തിട്ടുള്ള അനുഗ്രഹീതമായ ദാനമായ വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരികമായിരിക്കുന്ന ചിന്തകളെ ഹൃദയത്തിലേക്ക് പകർന്നു തരികയാണ്. ഞാൻ ക്രൈസ്തവന, ഞാൻ ഹൈന്ദവന, ഞാൻ മുസൽമാന, ഞാൻ മറ്റുതര മതസ്ഥന, ഞാൻ ഇന്ന പാർട്ടിയിൽ പ്രബുദ്ധമായി നിലകൊള്ളുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്നെ അതൊന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞൊഴിയരുത്, നടന്നകലരുത്, ആക്സിലേറ്ററിൽ കാല് കൊടുത്ത് പോകരുത്. മൊബൈൽ ഫോണിൻ്റെ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ആ പ്ലാറ്റ്ഫോമിൽ മാത്രം ശ്രദ്ധിച്ച് തലയും കുനിച്ച് പിടിച്ചിരിക്കരുത്. ടി വിയുടെ വോളിയം കൂട്ടി എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ കണ്ടുകേട്ടിരിക്കരുത്. മറ്റു തര കാര്യങ്ങൾ ഇടപെടാതെ ഈ ശബ്ദപരിധിക്കുള്ളിലാണ് താങ്കൾ എങ്കിൽ ഇനി പറയുന്ന ചിന്തകൾ ഏകദേശം ഒരു 9:30 മുമ്പ് ഞങ്ങൾ ഇത് ബൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അതുവരെയുള്ള നേരം ഞങ്ങളെ കേൾക്കേണ്ടതിന് ഇനിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല പാട്ടുകൾ പാടാനിരിക്കുന്നതേ ഉള്ളൂ. അതും കൂടെ കേട്ടിട്ട് വീടണയാൻ ഞാൻ താങ്കളെ വിശേഷാൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പറയുന്നതെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, സകല ജനതയ്ക്കും വേണ്ടിയുള്ളതാണ്. സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്ന് പറയുന്നത് വളരെ പരമദയനീയമാണ്. ആ ഗതി താങ്കൾക്ക് വരാതിരിക്കേണ്ടതിന് ചെലവ് ചെയ്ത് ഇത്രയും വലിയ യോഗം ഞങ്ങളിവിടെ നടത്തുമ്പോൾ സുവിശേഷം അനുസരിക്കാത്ത ഒറ്റക്കാരണത്താൽ താങ്കളുടെ ഗതി പരഗതിയാകാതിരിക്കേണ്ടതിന്, താങ്കളുടെ ഗതി അധോഗതിയാകാതിരിക്കേണ്ടതിന്, അന്യാധീനപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, താങ്കൾക്ക് ഉദ്ധാരണമുണ്ടാകേണ്ടതിന് വേണ്ടുന്ന വസ്തുതകളെയാണ് വിലയിരുത്തുന്നത്. ഇത് പള്ളിയിൽ ആളിനെ ചേർക്കാനുള്ള ഉണർത്തുപാട്ടല്ല, മസ്തിഷ്ക പ്രക്ഷാളനമല്ല. ഇത് മറ്റേതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു നിഗൂഢ പദ്ധതിയോ ഒന്നുമല്ല. വളരെ സുതാര്യതയുള്ള സുവിശേഷത്തിൻ്റെ സത്യത്തിലേക്ക് ജനത്തെ നയിക്കുക, അതിലൂടെയുള്ള ആനുകൂല്യങ്ങൾ ദൈവവുമായി നിങ്ങൾ പങ്കിടുക. മരണം വരെ മാത്രമല്ല, മരണത്തിനപ്പുറവുമുള്ള സുഖജീവിതത്തെ നിങ്ങൾ ആസ്വദിക്കുക. തിന്നുകുടിച്ച് മതിച്ചു പുളച്ച് ജീവിച്ചിട്ട് ഒരു നാൾ ഇവിടെ പിടഞ്ഞു വീഴുമ്പോൾ ഈ മണ്ണിലേക്ക് നമ്മൾ വിലയം പ്രാപിക്കും. ഇവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ, സസ്യങ്ങൾ നമ്മളുടെ അവശിഷ്ടങ്ങളെ വലിച്ചെടുത്തവ തടി വീർപ്പിക്കും. അതോടെ തീരുകയെല്ലാം എന്ന മൗഢ്യമായ ചിന്ത ചുരുട്ടി 8ആയി മടക്കി വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിയിട്ട് മരണം എന്താണെന്നും മരണത്തിനപ്പുറമുള്ള ഭാഗ്യപദവി എന്താണ് എന്നുമുള്ളത് ഈ രാത്രിയിൽ സവിശേഷമായി ചിന്തിക്കുക. നാളെ രാത്രിയിലും അത് വീണ്ടും തുടരുന്നു. പ്രഭാഷണവേദിയിൽ ഞങ്ങളുടെയൊക്കെ വലിയേട്ടൻ എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ച ഹൃദയം കൊണ്ടാതിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസിനെ വേദി അലങ്കരിക്കും കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രിയിൽ. അതും കൂടെ കെട്ടുകഴിയുമ്പോൾ ഉചിതമായ, ഉത്തമമായ, ഉദാത്തമായൊരു തീരുമാനത്തിലേക്ക് തങ്ങൾ വരണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി മുഖവരിയുടെ വാക്കുകൾക്ക്, വാചകങ്ങൾക്ക്, വിശകലനങ്ങൾക്ക് ഇവിടെ വിരാമമിട്ടുകൊണ്ട് 1 പത്രോസ് 4-ാം അധ്യായം 17-ാമത് വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇതൊരു
ദൈവമക്കൾ മാത്രം കൂടി വന്നിട്ടുള്ളൊരു കൺവെൻഷനാണ് എന്ന കാര്യം എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രഭാഷണം ദൈവമക്കളെ കൊണ്ട് കുറേ ഹല്ലേലൂയ പറയിപ്പിക്കാനോ അന്യഭാഷ പറയിപ്പിക്കാനോ ഉള്ള ശ്രമമല്ല. പകരം ദേശം സത്യമായി സുവിശേഷം കേൾക്കണം. അതിന് നിങ്ങളുടെ അകമ്പടിയും നിങ്ങളുടെ കൂട്ടായ്മയും നിങ്ങളുടെ പ്രാർത്ഥനയും സ്തോത്രവും എനിക്കുണ്ടാകുമെങ്കിൽ ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ദേശത്തോട് സുവിശേഷം അറിയിക്കുകയാണ്. ദാവീദിനെയും ഗോലിയാത്തിനെയും ഏലിയാവിനെയും ഒക്കെ കേട്ട് പ്രസംഗം നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞെന്നാൽ അന്യഭാഷ്യം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ടുള്ളൊരു കഥയില്ല. വർഷാവർഷം ചെലവ് ചെയ്ത് യോഗം നടത്തുമ്പോൾ ഇവിടെ നിരവധി ആളുകൾ നിത്യനരകത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്ന് മടങ്ങി ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് വരണം, ദൈവോന്മുഖമായി മാറണം. അതിനുവേണ്ടിയാണ് ഒഴുക്കിയ കണ്ണുനീർക്കണങ്ങൾ, അതിനുവേണ്ടിയാണ് വീണുപോയ ഓരോ വിയർപ്പ് കണികകളും, അതിനുവേണ്ടിയാണ് ചിലവാക്കിയിട്ടുള്ള ഓരോ നയാ പൈസകളും. ആ ഒരു ലക്ഷ്യബോധത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയോടെ വചനത്തെ ശ്രദ്ധിക്കാം. ദേശത്തെ വചനം ചെന്നുകൊണ്ടിട്ട് പിന്തിരിഞ്ഞു പോകാതെ ഹൃത്തടങ്ങളിൽ അത് വ്യാപിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് ആത്മീയ ബോധം, ദിശാബോധമുണ്ടാകാൻ ഈ സന്ദേശം ഉപകാരമാകട്ടെ. കുഞ്ഞുങ്ങൾ പാടിയ പാട്ടുകളിലെല്ലാം സുവിശേഷത്തിൻ്റെ മഹത്വരമായിരിക്കുന്ന ദർശനം, ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെ അനുഗ്രഹിത ലാളിത്യം ഒക്കെയുള്ള പാട്ടുകളായിരുന്നു. അതിൻ്റെ താളവും ശ്രുതിയും ലയവും സംഗീതത്തിൻ്റെ സംഗതികളെയും മാത്രം ശ്രദ്ധിച്ച പോരാ, അതിനകത്തുള്ള കാമ്പും കഴമ്പുമുള്ള ക്രിസ്തുവിജ്ഞാനീയ ആലോചനകളെ ഏറ്റെടുക്കുന്നവർക്കാണ് ആ പാട്ട് രക്ഷയ്ക്ക് കാരണമായി മാറുന്നത്. സിന്ധു പാടുന്നത് പോലെ, സോന പാടുന്നത് പോലെ, പീറ്റർ പാടുന്നത് പോലെ, ഷിജിൻ പാടുന്നത് പോലെയൊന്നും സ്വരസ്ഥാനമൊന്നും നമ്മൾ പാടിയ ശരിയാകില്ല. അതുകൊണ്ടാണല്ലോ ആ ദൗത്യം അവരെ ഏൽപ്പിച്ചത്. പക്ഷേ അവർ പാടി കേൾപ്പിക്കുന്ന ആ പാട്ടിനകത്ത് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ക്രിസ്തുവെന്ന ഏകപുരുഷനുണ്ടല്ലോ, ആ ഏകപുരുഷനോട് നമ്മൾ ഏകാഗ്രതയിലേക്ക് വന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അതിന് അവയെല്ലാം ഉപകാരമാകട്ടെ. കർത്താവനദാസൻ സത്യരാജവറുകൾ ലീഡ് ചെയ്യുന്ന ആ സംഗീത ശുശ്രൂഷ വളരെ അനുഗ്രഹമായി ജനഹൃദയങ്ങളിൽ ആകർഷകമായി ഇനിയും മുൻപോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചു തുടങ്ങാൻ നമുക്ക്. ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താവും? പത്രോസിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, പത്രോസിൻ്റെ ലേഖനങ്ങൾ രണ്ടിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വല്ലതും അങ്ങോട്ട് കയറി പറഞ്ഞു പോയാൽ ഒത്തിരി വിസ്താരമാകും എന്ന് ഭയപ്പെടുന്നു. എങ്കിലും ആകെയുള്ള 21 ലേഖനങ്ങളിൽ അവസാനത്തെ 7 ലേഖനങ്ങളെ പൊതുലേഖനങ്ങൾ എന്നാണ് പറയുക. ആദ്യത്തെ 14 ലേഖനങ്ങൾ പൗലോസ് മാത്രം എഴുതിയിട്ടുള്ളത്, റോമർ മുതൽ എബ്രായർ വരെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലേഖനങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ മുഖവര തന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യത്തെ 14 ലേഖനങ്ങൾ പൗലോസിൻ്റേത് മാത്രമാണ്, ഉജ്ജ്വലങ്ങളാണ്. ദൈവശാസ്ത്രത്തിൻ്റെ വിശകലനങ്ങൾ വളരെ ഗാംഭീര്യതയോടെ അവതരിപ്പിക്കുന്നതാണ് ആദ്യത്തെ 14 ലേഖനങ്ങൾ. അത് കഴിഞ്ഞ് യാക്കോബ് മുതൽ യൂദാ വരെയുള്ള 7 ലേഖനങ്ങളെ പൊതുലേഖനങ്ങൾ, ജനറൽ എപ്പിസ്റ്റൽസ് എന്നാണ് അറിയപ്പെടുക. പൊതുലേഖനങ്ങൾ എന്നവയ്ക്ക് വിളിപ്പേരുണ്ടാകാനുള്ള കാരണം, പൗലോസ് എഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയ്ക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയോ ആകാം. പക്ഷേ യാക്കോബ് എഴുതിയ ഒരു ലേഖനം, പത്രോസ് എഴുതിയ 2 ലേഖനം, യോഹന്നാൻ എഴുതിയ 3 ലേഖനം, യൂദാ എഴുതിയ ഒരു ലേഖനം, ഈ 7 ലേഖനങ്ങളും ഏതെങ്കിലും ഒരു സഭയ്ക്കോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വേണ്ടി മാത്രമല്ല, ആ കാലഘട്ടത്തിലെ ചിതറിപ്പാർക്കുന്ന എല്ലാ ദൈവമക്കൾക്കും. ക്രൈസ്തവ പീഡനിമിത്തം നിക്കക്കള്ളിയില്ലാതെ പലയിടങ്ങളിലേക്ക് ഓടി മറഞ്ഞ ദൈവമക്കൾ എല്ലാവരും അറിയേണ്ടതിന്. പത്രോസിൻ്റെ ലേഖനം വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ ആരംഭത്തിൽ കപ്പദോക്യയിലും ബിഥുന്യയിലും ആസ്യയിലുമൊക്കെ ചിതറിപ്പാർക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ നിർവാഹമില്ലാതെ ക്രൈസ്തവ പീഡനിമിത്തം പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത നിരവധി ആളുകൾ അങ്ങുമിങ്ങും പോയി ചെറിയ ചെറിയ കൂട്ടങ്ങളായി കൂട്ടായ്മകളായി കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ ആത്മിക പ്രബുദ്ധതയ്ക്കും പുനരാഗമനമെന്ന വിഷയത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ നിർമ്മതത്വമുള്ളവരായി നിലകൊള്ളേണ്ടതിനു വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഈ 7 ലേഖനങ്ങൾ. ഒരു 3 വിചാരങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിൽ കരുതിക്കൊള്ളണം ദൈവമക്കൾ, വേദവിദ്യാർത്ഥികൾ, ദൈവദാസന്മാർ. ക്രൈസ്തവ മൂല്യങ്ങൾ ഏറ്റവും പ്രധാനമായത് 3 എണ്ണമാണ്. അതിനെയാണ് കൃപാത്രയങ്ങൾ എന്നറിയപ്പെടുക. ആ പ്രയോഗം മറക്കരുത്, കൃപാത്രയങ്ങൾ. കൃപാത്രയങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 കാര്യങ്ങളെയാണ് കൃപാത്രയങ്ങൾ എന്ന് പറയുക. യേശുവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും ഈ കൃപാത്രയങ്ങളുടെ ഉടമകളാകണം.
കൃപാത്രയം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കൃപയുടെ ത്രയങ്ങൾ, കൃപയാൽ ലഭ്യമാക്കപ്പെട്ട 3 വിശേഷ വിഭവങ്ങൾ, ആത്മിക വിഭവങ്ങളാണ്. അതിൽ ഈ കൃപാത്രയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 7 ലേഖനങ്ങളെ നമുക്ക് വിഭജിക്കാവുന്നത്. ഒന്ന്, വിശ്വാസത്തിൻ ലേഖനങ്ങൾ. വിശ്വാസത്തിൻ ലേഖനങ്ങൾ അത് യാക്കോബിൻ്റെ ലേഖനവും യൂദയുടെ ലേഖനവുമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിരുന്നോണം. വിശ്വാസത്തിൻ്റെ ലേഖനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം റെഡിമെയ്ഡ് ആകണം. യാക്കോബിൻ്റെ ലേഖനവും പിന്നെ യൂദയുടെ ലേഖനവുമാണ്. അവിടെ 2 വാചകങ്ങളും കൂടി ഓർത്തിരിക്കണം, മറക്കരുത്. ഫെയ്ത്ത് ഇൻ ആക്ഷൻ, അതായത് വിശ്വാസം പ്രവൃത്തിയിൽ, അതാണ് യാക്കോബിൻ്റെ മുദ്രാവാക്യം. ഫെയ്ത്ത് ഇൻ ആക്ഷൻ. പക്ഷേ യൂദ തരുന്നൊരു മുദ്രാവാക്യം വ്യത്യസ്തമാണ്. യൂദ പറയുന്നത് ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസ സംഹിതയിൽ നിന്നും മലർത്തിയടിക്കാൻ ശ്രമിക്കുന്ന പ്രകൃതി ശക്തികളുണ്ട്. ആന്തരികമായതുണ്ട്, ബാഹ്യമായതുണ്ട്, സാത്താന്യമായതുണ്ട്, മാനുഷികമായതുണ്ട്. മതമണ്ഡലങ്ങളും രാഷ്ട്രീയ തലങ്ങളും നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ ചുഴറ്റിയെറിയാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അനവധി നിരവധിയാണ്. ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനങ്ങളിൽ നിന്നൊക്കെ കേട്ടപ്പോൾ ഉപദേശിമാർ വരെ കൈയടിച്ചു. മന്ത്രി പറഞ്ഞതുകൊണ്ട് കൈയടിച്ചതാണ്. ക്രൈസ്തവ പീഡനങ്ങളുടെ നാടാണ് ഭാരതം, പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ പത്രങ്ങളിലും എല്ലാ ഇടങ്ങളിലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളെ വിളിച്ചു വരുത്തിയ മന്ത്രിയൊക്കെ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് കൈയടിക്കുകയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ക്രൈസ്തവ പീഡനങ്ങൾ ഏറ്റവും അധികമുള്ള നാട് ഇന്ന് ആ രാജ്യം നമ്മുടെ ഭാരതമാണ്. പക്ഷേ നമ്മൾ അതിനെതിരെ പിക്കറ്റിങ്ങോ ഹർത്താലോ കരിങ്കൊടി പ്രകടനങ്ങളോ സെക്രട്ടേറിയറ്റ് വളയിലൊന്നും നടത്തുന്നില്ല. കാരണം നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നത് പ്രാർത്ഥനാ മുറിയിലാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന ഓരോ ദൈവ പൈതലും വിശുദ്ധ ജീവിതം കൊണ്ടാണ് അതിനെ നേരിടാനിടയാകുന്നത്. കിലുകിലുക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളും പാതയോരങ്ങളിൽ പതിയിരിപ്പുകളും ആക്രോശങ്ങളും ആക്രന്ദനങ്ങളും ഒക്കെ നമ്മൾ നേരിടുന്നത് ചങ്കുറ്റമുള്ള അടിനട അറിയാവുന്ന നമ്മുടെ പിള്ളേരെ തെരുവിലിറക്കിയല്ല, പകരം പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തിയാണ്. അങ്ങനെ പ്രതികരിക്കുന്ന ഒരേ ഒരു വിഭാഗമേ ഉലകത്തിലുള്ളൂ, അത് ദൈവമക്കൾ മാത്രമാണ്. അതാണ് യൂദ പറയുന്നത് ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ സംസ്കാരം, വിശ്വാസത്തിൻ്റെ തനിമ, വിശ്വാസത്തിൻ്റെ അനന്ത സാധ്യത, അതിനുവേണ്ടി നാം കരുതലോടെ നിൽക്കണം. അതാണ് യൂദ പറയുക. ഇപ്പോൾ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്ന് യാക്കോബും വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് യൂദയും നൽകുന്നു. പൊതുലേഖനങ്ങളിൽ അടുത്ത ഭാഗം കൃപാത്രയങ്ങളിൽ രണ്ടാമത്തേതാണ് സ്നേഹത്തിൻ്റെ ലേഖനങ്ങൾ. സ്നേഹത്തിൻ്റെ ലേഖനം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ 3 ലേഖനങ്ങളാണ്. ദൈവസ്നേഹം, ഗാഡ് ഈസ് ലവ് എന്ന വിഖ്യാതമായിരിക്കുന്ന വേദസൂക്തം ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹീത എഴുത്തുകാരൻ യോഹന്നാനാണ്. ഗാഡ് ഈസ് ലവ്. ആധുനിക ലോകം അതിനെ തിരുത്തുന്നുണ്ട്, വിഷലിപ്തമായി തിരുത്തുന്നുണ്ട്. ലവ് ഈസ് ഗോഡ്. തെറ്റാണത്, വിഷമാണത്. സ്നേഹമല്ല ദൈവം, ദൈവം സ്നേഹമാണ്. സ്നേഹമെന്ന് പറഞ്ഞ ആധുനിക ലോകത്തിലെ കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ, വികല്പങ്ങൾ സ്നേഹത്തിൻ്റെ സംസ്കാരമല്ലത്. അമ്മയെ മറന്ന്, അപ്പനെ മറന്ന്, ജനിപ്പിച്ചവരെ മറന്ന്, വളർത്തി വലുതാക്കിയവരെ മറന്നിട്ട് സ്നേഹത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകുന്ന തന്നിഷ്ടക്കാരെ കാണുന്നുണ്ട്. അതൊന്നും സ്നേഹമല്ല. അതൊക്കെ സ്വാർത്ഥതയുടെ, സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പുകളും വഴിതേടലുമാണ്. അതൊക്കെ തെറ്റാണ്. അതുകൊണ്ട് സ്നേഹമല്ല ദൈവം, പകരം ദൈവം സ്നേഹമാണ്. യോഹന്നാൻ്റെ ആ മൊഴി വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ യോഹന്നാൻ്റെ ലേഖനങ്ങളെല്ലാം സ്നേഹത്തിന് ലേഖനമാണ്. കൃപാത്രയത്തിൽ 3-ാമത്തേതെന്ന് പറയുന്നത് പ്രത്യാശയാണ്. പ്രത്യാശയുടെ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത് പത്രോസിൻ്റെ 2 ലേഖനങ്ങളാണ്. ബഹുമാന്യ അധ്യക്ഷൻ പത്രോസിൻ്റെ ലേഖനം തൊട്ടതുകൊണ്ട് അവിടെ തന്നെ അതിൻ്റെ തുടർച്ചയായി ഞാൻ പറയുക. പത്രോസിൻ്റെ ലേഖനം പ്രത്യാശയാണ്, ക്രൈസ്തവ പ്രത്യാശ. ക്രൈസ്തവ പ്രത്യാശ ഈ ഭൂമി കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. നമ്മുടെ തലയ്ക്ക് മീതെയുള്ള നീലമേലപ്പായ ആകാശത്തിന് മീതെ 1000 വാനഗോളങ്ങളെ താണ്ടി പോകുന്നൊരു പ്രത്യാശ നമുക്ക് ബാക്കി നിൽക്കുകയാണ്. ആ പ്രത്യാശ ഉള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും എന്ന് പാടിയ പാട്ടുകാരൻ, നമ്മളെക്കൊണ്ട് പാടിപ്പിച്ച പാട്ടുകാരൻ, KV സൈമൺ സാറിൻ്റെ പാട്ടുകളിലെല്ലാം 1000 വാനഗോളങ്ങളെ താണ്ടി ഞാൻ പോയിടും, ആ മാർഗം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പാടുന്നുണ്ട്. ഒത്തിരി പാട്ടുകളിൽ ഈ ആകാശത്തിന് മീതെ നമ്മുടെ പ്രത്യാശ കടന്നു കയറുന്ന വരികളുണ്ട്. അപ്പോൾ ക്രൈസ്തവ പ്രത്യാശ കർത്താവിൻ്റെ പ്രത്യക്ഷതയും പ്രത്യക്ഷനാകുന്നവനോടൊപ്പമുള്ള നമ്മുടെ സമാഗമവുമാണ്. ഓക്കെ, അപ്പോൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പത്രോസിൻ്റെ 2 ലേഖനങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ്. പൊതുലേഖനങ്ങളെ 3ആയി നമ്മൾ വിഭജിക്കുന്നു. അതിലൊന്നാമത്തേത് വിശ്വാസത്തിൻ്റെ ലേഖനം, രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ ലേഖനം, മൂന്നാമത്തേത്
പ്രത്യാശയുടെ ലേഖനങ്ങൾ എന്ന അറിവ് നിങ്ങളിലേക്ക് നൽകുന്നു. ഇനി നമ്മൾ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവത്തിൻ്റെ സുവിശേഷം. പ്രിയരെ, ശ്രദ്ധിക്കണം. എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ ഒരു അല്പസമയം ഇവിടെ കൂടി വന്നിട്ടുള്ള ദൈവമക്കൾക്ക് വേണ്ടി, വേദവിദ്യാർത്ഥികൾക്ക് വേണ്ടി, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചെലവഴിച്ചതാണ് ഈ വിചാരങ്ങൾ. അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇനി പൊതു വിചാരമാണ് പറയുക. ശ്രദ്ധിക്കണം. അത് വെളിയിൽ നിൽക്കുന്നവരും അകത്തു നിൽക്കുന്നവരും ക്രൈസ്തവ സന്ദേശത്തോട് ആഭിമുഖ്യമുള്ളവരും ഇതിനോട് വിയോജിപ്പുള്ളവരും ശ്രദ്ധിക്കണം. സുവിശേഷത്തിന് ഒരു വിശേഷണ പ്രയോഗം പത്രോസ് നൽകുകയാണ്. ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഏതെങ്കിലും ബുദ്ധിമാന്മാരായിരിക്കുന്ന മനുഷ്യർ വട്ടം കൂടിയിരുന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രത്യയശാസ്ത്രമോ രാഷ്ട്രീയ മീമാംസയോ ദാർശനിക പ്രബോധനമോ വേദചിന്തയോ അല്ല സുവിശേഷം. ഇന്ന് നിലവിലുള്ള ദാർശനിക പ്രബോധനങ്ങൾക്കൊക്കെ മീതെ വയ്ക്കാവുന്ന, ഇന്ന് നിലവിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ മീതെ വയ്ക്കാവുന്ന, ഇന്നത്തെ വേദവിചാരങ്ങൾക്കൊക്കെ മീതെ വയ്ക്കാവുന്ന അനുഗ്രഹീതമായ ഒരു സന്ദേശം, ജീവസന്ദേശമാണ് സുവിശേഷം. അത് ദൈവത്തിൻ്റേത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റേതാണ്. ചില മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം എന്നൊക്കെ പറയാറുണ്ട്. സുവിശേഷമൊന്നും അവരുടെ അല്ല. അവരത് എഴുതിയതുകൊണ്ട്, എഴുത്തുകാരായതുകൊണ്ട് അങ്ങനെ പറയുക. സത്യത്തിൽ 4 സുവിശേഷങ്ങളെന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ പക്ഷം. 4 സുവിശേഷമില്ല, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. അതിനെ അടിസ്ഥാനമാക്കി 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണുള്ളത്. പക്ഷേ ഞങ്ങൾ ഉപദേശിമാരും കൂടെ തെറ്റിക്കാറുണ്ടത്. 4 സുവിശേഷങ്ങൾ എന്ന് പറയാറുണ്ട്. അബദ്ധമാണ്. എംബോസിന് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്, നിരുപാധികം. ഇനി അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. ഒറ്റ സുവിശേഷമേ ഉള്ളൂ. 4 സുവിശേഷം ഉണ്ടെങ്കിൽ 4 ക്രിസ്തു വേണം, 4 കുരിശ് വേണം, 12 48 ശിഷ്യന്മാർ വേണം. ആകെപ്പാടെ കണക്ക് തെറ്റും. അതുകൊണ്ട് ഒറ്റ സുവിശേഷം. ആ സുവിശേഷം ക്രിസ്തുവെന്ന ആളത്വ മഹിമയിൽ ഔന്നത്യമുള്ളൊരു സന്ദേശമാണ്. ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നതിന് പത്രോസ് മാത്രമല്ല, മറ്റു ചില വാക്യങ്ങളോട് ഞാൻ തരാം. 2 വാക്യങ്ങളോട് തരാം. സുവിശേഷം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് തൻ്റെ ഇടത്തോടെ കൈകാര്യം ചെയ്യുന്നത്. ആ സുവിശേഷമാണ് എൻ്റെ വാത്സല്യ കുഞ്ഞനുജന്മാരും ആലാപന സൗന്ദര്യത്തോടെ നിങ്ങളെ പാടിക്കേൾപ്പിച്ചത്. സുവിശേഷമാണ് അവർ പാടിയത്. അതേ സുവിശേഷമാണ് ഞാൻ ഇനിയും ബൗദ്ധിക ചിന്തകളായി, സൈദ്ധാന്തിക ആലോചനകളായി, ആത്മിക വിചാരങ്ങളായി നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. പാട്ടും പ്രസംഗവും സുവിശേഷം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രസംഗത്തിന് മുമ്പ് സുവിശേഷം അല്ലാത്തൊരു പാട്ട് പാടാൻ അവർക്ക് അനുവാദമില്ല. അവർ ക്രമീകരിച്ചു കൊണ്ട് വന്ന എല്ലാ പാട്ടുകളും സുവിശേഷത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ സുവിശേഷം പാടിയാലും, സുവിശേഷം പ്രസംഗിച്ചാലും, സുവിശേഷം എഴുതി കൊടുത്ത ട്രാക്റ്റായിട്ട് വിതരണം ചെയ്താലും, സുവിശേഷം വീടാന്തരം പറഞ്ഞാലും ഒരു കാര്യം മനസ്സിൽ നിന്ന് മായരുത്: ഇത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പവിത്രത, അതിൻ്റെ പരിപാവനത, അതിൻ്റെ അനന്യത, അതിൻ്റെ നീതി, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ വിശ്വസ്തത നമ്മുടെ ഭാഗത്തുണ്ടായേ പറ്റൂ. ഇത് വേറെ ആരുടെയെങ്കിലും ഒരു മുതലാളിയുടേതായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിക്കാം. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഉൽപ്പന്നമായതുകൊണ്ട് അതിൻ്റെ തനിമയോട് ചെയ്തേ പറ്റൂ. നാട്ടുകാരനായിരിക്കുന്ന സുരേഷ് പാസ്റ്റർ, നിങ്ങൾക്ക് നാട്ടുകാർക്ക് അറിയാം നന്നായിട്ട്. ഡോളറും യൂറോയും റിയാലും ദിർഹവും ദറംസും ഒന്നും അധികമെന്നല്ല, അതൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം. അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ളത് ദൈവമക്കൾ കൊടുക്കുന്ന സ്തോത്ര കാഴ്ച കൊണ്ട് ജീവിച്ചു പോകുന്നൊരു പാവം മനുഷ്യൻ. അദ്ദേഹത്തിന് ഇത്രയും സംവിധാനം ഇവിടെ ഒരുക്കാനുള്ള പ്രയത്നം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കുടുംബസ്വത്ത് എഴുതി വിറ്റതിൻ്റെ കാശൊന്നുമല്ല. ഇത് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇത്രയും ഗൗരവമായിട്ട് ഇക്കാര്യം ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നത് താൻ വഹിക്കുന്ന സുവിശേഷം ദൈവത്തിൻ്റെതായതുകൊണ്ട് അതിൻ്റെ മാന്യത, അതിൻ്റെ അന്തസ്സ് സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പരിപാടികളിലും അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് ഇത് ദൈവത്തിൻ്റെ ആയതുകൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാർ, ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏർപ്പെടുന്നവർ, ദൈവിക കാര്യത്തിൽ ദൈവം ഉപയോഗിക്കുന്നവരാണ് അവരെല്ലാം, ഞങ്ങളെല്ലാം എന്നുള്ളത് കൊണ്ട് ഇത് ഇത്ര ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന, ഭംഗിയോടെ ചെയ്യുന്നത്. ഇനി സുവിശേഷം ദൈവത്തിൻ്റെതാണെന്നുള്ളതിന് ഏറ്റവും കുറഞ്ഞ 3 വാക്യങ്ങൾ അറിയണം. 3 അല്ല, ഒത്തിരി വാക്യങ്ങളുണ്ട്. ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം 3 വാക്യങ്ങൾ. 1 തിമോഥെയോസ് 1:11 ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം. 1 തിമോഥെയോസ് 1:11 ധന്യനായ ദൈവത്തിൻ്റെ മഹത്വം. അതിൻ്റെ പ്രയോഗം കണ്ടോ? ദൈവത്തിൻ്റെതാണ് സുവിശേഷം. അതുകൊണ്ട് നാട്ടുകാർ കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം, രാജ്യം കേൾക്കാൻ പറയാം, ഈ സംസ്ഥാനം കേൾക്കാൻ പറയാം, സുവിശേഷത്തെ ആർക്കും തച്ചുടച്ചില്ലാതാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെതാണ്. ഇത് സുരേഷ് പാസ്റ്ററുടെ അല്ല, ഇത് സത്യരാജ് പാസ്റ്ററുടെ അല്ല, എബി എബ്രഹാമിൻ്റെ അല്ല, ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഇവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ അല്ല.
ഇന്നിവിടുത്തെ അധ്യക്ഷനുണ്ട്. ബഹുമാന്യരായി ഞങ്ങൾ ആദരിക്കുന്ന, പിതൃതുല്യം ആദരിക്കുന്ന, ഗുരുതുല്യം ആദരിക്കുന്ന ഒട്ടനവധി ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അവരുടെ ആരുടെയും അല്ല സുവിശേഷം. ഞങ്ങളുടെ ആരുടെയുമെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നതോടുകൂടി ഇത് തീർന്നു പോയേനെ. പക്ഷേ എത്ര കാലങ്ങളായി സുവിശേഷത്തിനെതിരെ തല്ലും കൊലവിളിയും അക്രമങ്ങളും തടവുകളും നടക്കുന്നുണ്ട്. കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇത് അവസാനിക്കാത്തതിൻ്റെ കാരണം ഇതൊരു മുതലാളിയുടേതല്ലെന്ന്, ഇത് സാക്ഷാൽ സത്യ ദൈവത്തിൻ്റേത്. സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണസമ്പൂർണനും പരമകാരുണീകനും പരമോന്നതനും മഹാനും മഹോന്നതനും മഹത്വസിംഹാസനസ്ഥനും ആർക്കും തുല്യം പറയാനില്ലാത്ത നിലയിൽ ഉത്തുംഗ പ്രതാപമുള്ള ആ ദൈവത്തിൻ്റെതാണ് ഈ ഉൽപ്പന്നം. അതുകൊണ്ട് ഒരു രാജ്യത്തിനും ഇതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല, ആർക്കും ഇതിനെ തച്ചുടയ്ക്കാൻ പറ്റില്ല. ഒരു സുരേഷ് പാസ്റ്റർ ഇല്ലാതായാൽ നിരവധി സുരേഷ് എഴുന്നേക്കവിടെ. ഒരു എബ്രഹാം വേദിയിൽ നിന്നില്ലാതെയായാൽ എത്രയോ എബ്രഹാംമാരെ ക്യൂവിലാണെന്നറിയാമോ? ഒരു പീറ്റർ എന്ന ഗായകനെ തട്ടിക്കളഞ്ഞാൽ എത്ര പീറ്റർ വരാം? ഒരു സോനെ ഇല്ലാതെയാക്കിയാൽ എത്രയോ സോനെ വരാൻ പോവുക. ഇനി സുവിശേഷത്തെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അതിൻ്റെ ഉറപ്പ് ഞാൻ ഇവിടെ പറയുന്നതിൻ്റെ വ്യക്തത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ദൈവത്തിൻ്റെതാണ് സുവിശേഷം. അതിൻ്റെ വാഹകരായ ഞങ്ങൾക്ക് കിട്ടുന്ന നിയോഗം പോലെ ഞങ്ങളിത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം 1 തിമോഥെയോസ് 1:11 ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം. ഇനി വേറൊരു വാക്യം തരാം. റോമാലേഖനം 1:1 ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകൾ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. കണ്ടോ? അപ്പോൾ സുവിശേഷം എന്തുവാ? ദൈവത്തിൻ്റെതാണ്. ആ സുവിശേഷത്തിൽ എന്താ ഉള്ളത്? നമ്മുടെ കർത്താവായ ദൈവപുത്രനായ ക്രിസ്തു മാത്രമാണ് അതിനകത്തുള്ളത്. അതെന്നാ എഴുതി ഉണ്ടാക്കിയത്? എത്രയോ കാലങ്ങൾക്ക് മുൻപ് കൂട്ടി അറിയിച്ചതാണ്, മുൻപ് കൂട്ടി ലിഖിതമാക്കിയതാണ്. ചർമ്മപാളികളിലോ കളിമൺ ഫലകങ്ങളിലോ ഒന്നുമല്ല, ഇത് വിശുദ്ധ രേഖകളിൽ എഴുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് എഴുതിയത്? പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച പ്രവാചക വരേണ്യന്മാരെ കൊണ്ട് ദൈവം എഴുതി വെച്ചതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് ഞങ്ങൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ദൈവത്തിൻ്റെ സുവിശേഷമെന്ന. അതിൽ അഭിമാനമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് ദൈവത്തെ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് ദൈവസഭയിലാകാൻ, ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് ദൈവപുത്രനായി യേശുവിൽ ആകാൻ, ദൈവപുത്രനായി യേശുവിൻ്റെ സുവിശേഷം കേട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കിട്ടിയ ഭാഗ്യ പദവിയുടെ ആ മനോഹരത്വം മനസ്സിലായെങ്കിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ, കുഴപ്പമില്ല. അല്പസമയത്തേക്ക് കരഘോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. യെസ്. ഇനിയും ദൈവമക്കൾ അറിയാൻ മറ്റു ചില ആത്മിക വിചാരങ്ങൾ പറയുക. ദൈവത്തിൻ്റെ സുവിശേഷം എന്നിവിടെ എടുത്തു പറയുമ്പോൾ പലതരം സുവിശേഷങ്ങൾ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ എന്ന് പത്രോസ് എടുത്തു പറയുന്നത്. ദൈവത്തിൻ്റെ സുവിശേഷം എന്നുള്ള ആ വിശേഷവിധിയായ പ്രയോഗം വേറെ പല സുവിശേഷങ്ങൾ നിലവിലുണ്ടെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനോട് ചായാതെ ദൈവത്തിൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്പസമയം ഞാൻ വേറെ പലതരം സുവിശേഷങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവർക്കും ഒരുപക്ഷെ അറിയണമെന്നില്ല. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഞാനതിന് വാക്യം കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ടത് വായിക്കും. ഓരോന്ന് ഞാൻ പറയുന്ന മുറയ്ക്ക്. പലതരം സുവിശേഷങ്ങളുണ്ട്. ഞാനതിന് വികല സുവിശേഷങ്ങൾ എന്ന് പേരിട്ടെ. സുവിശേഷം എന്ന് പറഞ്ഞാൽ തന്നെ സുവാർത്തയാണ്. അപ്പോൾ വികല സുവിശേഷം എന്ന് പേരിടുന്നത് തന്നെ ഒരു വൈകല്യമാണ്. പക്ഷേ അങ്ങനെ ഇടാതിരിക്കാൻ പറ്റില്ല. തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. ദൈവത്തിൻ്റെ സുവിശേഷം സംശുദ്ധമാണ്, പരിപാവനമാണ്, പവിത്രമാണ്, അനന്യതയുള്ളതാണ്, നീതിയുള്ളതാണ്, സത്യമാണ്, വിശുദ്ധമാണ്, വിശ്വസ്തതയുള്ളതാണ്. അതനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പറയപ്പെട്ട ഗുണഗണങ്ങളെല്ലാം സിദ്ധിക്കും. പക്ഷേ വികല സുവിശേഷങ്ങൾ, പലതരം സുവിശേഷങ്ങളുണ്ട്. അത് ഓരോന്നായി കേൾക്കണം. മോനെ വായിച്ച് ഗലാത്യലേഖനം 1:6 ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക്. കണ്ടോ? അതിന് അടിവര കൊടുക്കണം. വേറൊരു സുവിശേഷം. അതിൻ്റെ പേര് അനദർ ഗോസ്പൽ എന്നാണ്. അനദർ ഗോസ്പൽ, വേറൊരു സുവിശേഷം. അപ്പോൾ വേറൊരു സുവിശേഷം എന്നുള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് പത്രോസ് ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് എടുത്തു പറയുന്നത്. വേറൊരു സുവിശേഷം അനുസരിക്കാതെ പോയാൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, അനുസരിച്ച വലിയ ഗുണം ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ പണി കിട്ടും. വേറൊരു സുവിശേഷത്തെ താങ്കൾ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ അതുകൊണ്ട് വലിയ നഷ്ടം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, വലിയ നന്മ ഉണ്ടാകത്തില്ല. അപ്പം എന്താണ് ഈ അനദർ ഗോസ്പൽ?
നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു. അപ്പോൾ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോണം. സമയം ഞാൻ അധികം എടുക്കാതെ മുൻപോട്ട് പോകാം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ളതുകൊണ്ട്. അനദർ ഗോസ്പൽ അഥവാ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്രിസ്തു ഇല്ല, പാപവിമോചകനായ ക്രിസ്തുവില്ല, പരിശുദ്ധ ആത്മാവിൻ്റെ വ്യാപാര ശക്തിയില്ല, വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തമായിരിക്കുന്ന വ്യാപാരങ്ങൾ ഇല്ല, നിത്യതയുടെ പ്രത്യാശ ഇല്ല. ഇതൊന്നും ഇല്ലാത്ത സുവിശേഷത്തിന് എന്തോ പേര് കൊടുക്കാം? വേറൊരു സുവിശേഷം. ക്രിസ്തുവില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ക്രിസ്തുവുണ്ട്. പക്ഷേ ആ ക്രിസ്തു പാപവിമോചകനല്ല. മനസ്സിലാകുന്നുണ്ടോ? രക്ഷാനായകനല്ല, വീണ്ടെടുപ്പുകാരനല്ല. പിന്നെ മുഴ മാറ്റുന്ന ക്രിസ്തു. വീക്കന്താക്കം, പുട്ടൽ, ചതവ്, പൊള്ളൽ, ഇതിനെല്ലാം സൗജന്യമായി ചികിത്സ തരുന്നൊരു യേശു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണ്. അങ്ങനെ ഒരു യേശുവിനെ മാത്രം അവതരിപ്പിക്കുന്ന സുവിശേഷത്തിന് കൊടുക്കാവുന്ന പേരാണ് എന്തോന്ന്? വേറൊരു സുവിശേഷം. വീണ്ടെടുപ്പുകാരൻ, ചങ്കിലെ ചോര തന്ന് നമ്മെ വീണ്ടെടുത്ത ഒരു യേശുവിനെ ആർക്ക് വേണം? അല്പമായ രോഗവും ക്ഷീണവും പ്രയാസവും പ്രതിസന്ധി ഇല്ലായ്മയും വല്ലായ്മയും ദുഃഖവും ദുരിതവും ഭീഷണിയൊക്കെ ഉണ്ട്. സാരമില്ല, കർത്താവിൻ്റെ കൂടെയുണ്ട്. സഹിക്കാൻ കൃപ തന്നാൽ മതി. മുഴ മാറിയില്ലെങ്കിലും വേണ്ടിയല്ല, അവിടെ ഇരുന്നോട്ടെ. മുഴ, ക്യാൻസർ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, ട്യൂമർ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. അതെന്നാ ആൻറ്റി അങ്ങനെ പറയുന്നത്? അതെന്നാ അങ്ങനെ പറയുന്നതെന്ന് പാസൊക്കെ അറിയത്തില്ലേ? ഇല്ല, അല്ല ഇത് മാറണമെന്ന് പറഞ്ഞല്ലേ എല്ലാവരും ഇങ്ങനെ ഈ ബഹളം കൂട്ടുന്നത്. പിന്നെ ആൻറ്റിക്ക് മാത്രം ഇത് മാറണ്ട എന്ന് പറയാൻ കാരണം എന്താ? എൻ്റെ പാസ്റ്ററെ, കർത്താവ് ഇത് സഹിക്കാൻ എനിക്ക് കൃപ തന്നാൽ മതി, ഇത് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അവർ അത് തന്നെ പറയുക. അപ്പോൾ ചോദിക്കുക, പിന്നെയും അതെന്താന്നേ അങ്ങനെ പറയുന്നേ? അപ്പോൾ അവരുടെ വിശദീകരണം കേട്ടോ. പുനരുദ്ധാനം പ്രാപിച്ച് വരുന്ന എൻ്റെ ശരീരത്തിൽ ഈ മുഴ ഇല്ല പാസ്റ്ററെ. പാസ്റ്റർമാരെ തിയോളജി പഠിപ്പിക്കുക പുള്ളിക്കാരി. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിൽക്കുന്ന പുള്ളി നമ്മളെ തിയോളജി പഠിപ്പിക്കുക. ഞാനേ കർത്താവിൻ്റെ വരവിൽ പുനരുദ്ധാനം പ്രാപിച്ച് കയറി വരത്തില്ലേ? ആ പുനരുദ്ധാനം പ്രാപിച്ച് വരുന്ന എൻ്റെ ശരീരത്തിൽ മുഴയില്ല, എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല, എൻ്റെ ശരീരത്തിൽ ട്യൂമർ ഇല്ല, എൻ്റെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡോടുകൂടെ അല്ല ഞാൻ പുനരുദ്ധാനം പ്രാപിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിനെ നമ്പുന്നതല്ല യഥാർത്ഥ സുവിശേഷം. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി, വിശുദ്ധ ജീവിതം പ്രാപിക്കേണ്ടതിന് വേണ്ടി 33.5 വർഷം വരെ പാർത്തലത്തിൽ ജീവിച്ചിട്ട് പാപം ഏശാതെ ജീവിച്ച ഒരു ക്രിസ്തുവിനെ പോലെയാകാനാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പൗലോസിൻ്റെ നെഞ്ചുറപ്പ് മനസ്സിലാകണം, പൗലോസിൻ്റെ ചങ്കുറ്റം മനസ്സിലാകണം. വിളിച്ചു പറയുക, നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക്. നിങ്ങൾ എവിടെ ആരാധനയ്ക്ക് പോക്കോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആരാധനയ്ക്ക് പോകുന്നിടത്ത് ക്രിസ്തു വിജ്ഞാനിയും ഉണ്ടോ എന്ന് അന്വേഷിച്ചോണം. ക്രിസ്തുവെന്ന് ശ്രദ്ധിച്ചു കേട്ടണം. ക്രിസ്തുവെന്ന് ഏക ദൈവം, ഏക കർത്താവ്, ഏക രക്ഷകൻ, ഏക അവതാരം, ഏക ആരാധ്യൻ, ഏക മധ്യസ്ഥൻ, ഏകനാഥൻ, ഏക യോഗ്യൻ, ഏക പരിശുദ്ധൻ, ഏക ന്യായാധിപൻ ഉണ്ടോ ചർച്ചിൽ? ഉണ്ടെങ്കിൽ അവിടെ നിന്നോ, അതല്ലെങ്കിൽ ചുവട് ഇന്ന് രാത്രി മാറ്റിക്കോണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? രോഗികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന പ്രസംഗങ്ങളും അതിൻ്റെ ഇടപാടുകളും ആധുനിക യുവത്തെ വല്ലാതെ വികലമാക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ഈ രോഗശാന്തി ശുശ്രൂഷ എല്ലാം നടത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ. പണ്ടൊരു ഒറ്റമുറി ക്ലിനിക്കായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ അതിന് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേളത്തെ നില ചെല്ലത്തുള്ളൂ. അപ്പോഴും രോഗശാന്തി ശുശ്രൂഷയ്ക്കൊന്നും ഇവിടെ ഒരു കുറവുമില്ല. യോഗങ്ങളെല്ലാം അതിനുവേണ്ടി മാത്രമാണ്. ഞാൻ നീട്ടുന്നില്ല, നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കളയണ്ട. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാ, വേറൊരു സുവിശേഷത്തിൻ്റെ വക്താക്കളാകരുത്, വേറൊരു സുവിശേഷത്തിൻ്റെ പ്രഘോഷകരുമാകരുത്. പൗലോസ് പറയുന്ന സുവിശേഷം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അപ്പൊ ക്രിസ്തുവെന്ന വിമോചകനില്ലാത്ത, ക്രിസ്തുവെന്ന വീണ്ടെടുപ്പുകാരനില്ലാത്ത, ക്രിസ്തുവെന്ന പാപവിമോചകനില്ലാത്ത, പാപത്തെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന അല്ല സുവിശേഷം, അത് വേറൊരു സുവിശേഷമാണ്. കർത്താവിന്റെ ദാസന്റെ അധ്യക്ഷ പ്രസംഗം സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം നൽകിയ ആത്മനിയോഗത്തിനുണ്ട്. സ്തോത്രം. വേദിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടത് അദ്ദേഹം പറഞ്ഞു കേട്ടോ, അടിപ്പിണരുകളാൽ അവൻ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തി. ആ രോഗമെന്ന് പറയുന്ന പാപത്തിൻ്റെ രോഗമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞ വാചകം എത്ര പേർ ശ്രദ്ധിച്ചു? പാപത്തിൻ്റെ രോഗത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു ക്രിസ്തു ഉള്ളതാണ് യഥാർത്ഥ സുവിശേഷം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മോളെ വായിച്ച അടുത്ത വാക്യം 1:7 വാക്യം. വേറൊരു സുവിശേഷത്തെ നമ്മൾ കാണുന്നു. 1:7, ഗലാത്യർ 1:7. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളഞ്ഞു. അപ്പം മറിച്ചിട്ട സുവിശേഷം
അങ്ങനെ പേര് കൊടുക്കണോ? എന്തോന്നാ പേര്? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? മറിച്ചിട്ട സുവിശേഷം. എന്തോന്നാ നിങ്ങളെ മറിച്ചിട്ട സുവിശേഷം എന്ന് പറഞ്ഞാൽ? ഡിസോർഡർ ആയിപ്പോയത്, ഓർഡർ തെറ്റിപ്പോയ സുവിശേഷം. അതാണ് മറിച്ചിട്ട സുവിശേഷം. ദോശ മറിക്കുന്ന പോലെ മറിഞ്ഞുപോയി, നേരെ തിരിഞ്ഞുപോയി സുവിശേഷത്തിൻ്റെ ഓർഡർ. സുവിശേഷത്തിൻ്റെ ഓർഡർ ഉണ്ട്, അറിയാമോ? എന്തുവാ സുവിശേഷത്തിൻ്റെ ഓർഡർ? കൃത്യമായ ഓർഡർ ഉള്ളതാണ് സുവിശേഷം. ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ലേ സുവിശേഷം. അതുകൊണ്ട് അതിന് ഓർഡർ ഇല്ലാതിരിക്കത്തില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ആ ഓർഡർ കണ്ടോ? ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, അത് കഴിഞ്ഞ് മാർച്ച്, ഇങ്ങനെ അതിൻ്റെ ഓർഡർ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഓർഡർ കണ്ടോ? 1 2 3 4 5 ഓർഡർ കണ്ടില്ലേ? 1 2 3 4 അങ്ങനെ ഓർഡർ. എല്ലാത്തിനും എന്തോ ഉണ്ട്? ഓർഡർ ഉണ്ട്. സുവിശേഷത്തിന് എന്തോ ഉണ്ട്? സുവിശേഷത്തിൻ്റെ ഓർഡർ പറയുന്ന വാക്യങ്ങൾ 2 ഞാൻ തരാം, അത് ശ്രദ്ധിച്ചോണം. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 16 വാക്യം. ഓർഡർ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വാക്യം വേറെ ഉണ്ടോ? മർക്കോസ് 16:16 വിശ്വസിക്കുകയും, ബാക്കി പറ, സ്നാനമേൽക്കുകയും ചെയ്യുക. അപ്പോൾ ഒന്നാമത് എന്തുവാണ്? പിന്നെന്തോ ചെയ്യണം? അതാണ് ഓർഡർ. ഇത് നേരെ അങ്ങ് മറിച്ചിട്ടേ, നിങ്ങൾ ആ വാക്യം നേരെ അങ്ങ് മറിച്ചിട്ടേ സ്നാനമേൽക്കുകയും പിന്നെ വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെ പറ്റുമോ സംഭവം? ആദ്യം സ്നാനമല്ല ആൻറ്റി, പിന്നെ എന്തോ വേണം? വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കണം? എന്തോ വിശ്വസിക്കണം? യേശു എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു കാൽവരിയിൽ യാഗമായത്, പരമയാഗമായത് എന്ന് ഞാൻ വിശ്വസിക്കണം. എനിക്ക് പകരം എൻ്റെ ഉപ്പാപ്പൻ വിശ്വസിച്ചാൽ പറ്റത്തില്ല. എൻ്റെ മച്ചാനോ മച്ചമ്പിയോ കൊച്ചപ്പനോ വിശ്വസിച്ചാൽ പോരാ. ഞാൻ വിശ്വസിക്കാൻ പക്വതയും പാകതയും ഉണ്ടാകണം. യേശുവിൻ്റെ രക്തം എന്നെ കഴുകാനാ ചൊരിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് നിരുപാധികം ഏറ്റെടുക്കണം. ഏറ്റെടുക്കുവാൻ എനിക്ക് പക്വത വന്നു കഴിഞ്ഞ്, ഞാൻ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞ് ഞാൻ ഏറ്റെടുത്ത ക്രിസ്തുവിൻ്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനം പിന്നെ അയക്കേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? അല്ലാതെ ഉള്ള പരുവത്തിൽ വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് നിൽക്കുമ്പം തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചപ്പോൾ സ്നാനപ്പെട്ടു, പിന്നെ 95 വയസ്സായപ്പോൾ വിശ്വസിച്ചു. അതല്ല ഓർഡർ. വിശ്വസിക്കുകയും പിന്നെന്തോ ചെയ്യണം? ഓർഡർ മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഓർഡർ കേൾക്കാം വേറെ ബഹുത്തായ മറ്റൊരു ചിന്ത. അപ്പോസ്തലൻ പൗലോസിൻ്റെ തിയോളജി പറയാം. റോമാലേഖനം 5, 6, 7, 8 4 അധ്യായങ്ങൾ ശ്രദ്ധിച്ചോണം. ഓർഡർ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. 5-ാം അധ്യായം നീതീകരണം, 6-ാം അധ്യായം ഏകീകരണം, 7-ാം അധ്യായം വിശുദ്ധീകരണം. 3 ശ്രദ്ധിച്ച്. 5-ാം അധ്യായം സൗജന്യമായ നീതീകരണം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നീതീകരണം. ആ നീതീകരണം കിട്ടിയവൻ ജലത്തിൽ സാക്ഷിക്കണം, അപ്പോൾ ഏകീകരണം. റോമാലേഖനം 6-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സ്നാനത്തെക്കുറിച്ചുള്ള ഗംഭീര പ്രബന്ധമാണ്. 6-ാം അധ്യായത്തിലാണ് ഏകീകരണം. സ്നാനത്താൽ സ്നാനപ്പെട്ട് കയറിയവൻ പാപത്തോട് പോരാടി വിശുദ്ധീകരണത്തിൽ തികഞ്ഞു നിൽക്കണം. അതാണ് 7-ാം അധ്യായം. ഓർഡർ കണ്ടോ? അപ്പോൾ ഒന്നാമത് എന്തോ ചെയ്യണം? നീതീകരണം. നീതീകരണം പ്രാപിച്ചവൻ എന്തോ ചെയ്യണം? ഏകീകരണത്തിനായി സ്നാനമേൽക്കണം. അത് കഴിഞ്ഞവൻ എന്തോ ചെയ്യണം? പാപത്തോട് പോരാടി വിശുദ്ധ ജീവിതത്തിൽ തികഞ്ഞു നിൽക്കണം. ഇത് 3ഉം യഥാക്രമം ഭംഗിയാക്കുന്നവൻ 8-ാം അധ്യായത്തിൽ മഹത്വീകരണം, തേജസ്കരണം, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്. അപ്പോൾ തേജസ് എപ്പോഴാണ് വെളിപ്പെടുന്നത്? 5-ാം അധ്യായത്തിലല്ല. തേജസ് വെളിപ്പെടുന്ന 4-ാം അധ്യായത്തിലുമല്ല. തേജസ് വെളിപ്പെടുന്ന 8-ാം അധ്യായത്തിലാണ്. അതിനു മുമ്പ് 5-ാം അധ്യായത്തിൽ നീതീകരണം, 6-ാം അധ്യായത്തിൽ ഏകീകരണം, 7-ാം അധ്യായത്തിൽ വിശുദ്ധീകരണം. ആ ഒരു ഓർഡർ ബോധ്യമായ ഒരു കർത്താവിനെ ശ്രദ്ധിച്ച്. അപ്പം ഈ ഓർഡർ തെറ്റിപ്പോയാൽ അതിനെ എന്തോ വിളിക്കാം? മറിച്ചിട്ട സുവിശേഷം. അതിനകത്ത് കാലും കുരുങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ചുവട് മാറ്റി ചവിട്ടുവാൻ ബുദ്ധി ഉപദേശിക്കുക. അപ്പം പലവിധ സുവിശേഷങ്ങളിൽ 2-ാമത്തേത് കേട്ടല്ലോ. 3-ാമത്തേത് വായിച്ചാൽ മതി. 9-ാം വാക്യം, 8, 9 വാക്യങ്ങൾ. അതിൽ 9-ാം വാക്യം വായിച്ചാൽ മതി. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതിന് സ്വർഗത്തിൻ്റെ ഒരു ദൂതനാണെങ്കിലും അത് നിങ്ങൾ അനുസരിക്കരുത്. ആ സുവിശേഷത്തിന് എന്തോ പേരിടാം? വിപരീത സുവിശേഷം. വിപരീത സുവിശേഷം, സത്യസുവിശേഷത്തിന് വിപരീതമായി എഴുന്നള്ളിക്കുന്ന സുവിശേഷം. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ദൈവദാസന്മാർ തൊണ്ടകീറി വിശദീകരിച്ച് സമഗ്രമായി പറയുമ്പോൾ അത്രത്തോളം ഒന്നും വേണ്ടെന്നേ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കല്ലേ, ജഡത്തിലല്ലയോ, അത്രത്തോളം വിശുദ്ധിയൊന്നും വേണ്ട. അവിടം വരെ പോയി ആരാധിക്കണ്ട എന്ന് പറയുന്ന ഫറവോന്യ വ്യാപാരമുണ്ട്. വിശുദ്ധിയെക്കുറിച്ച് അത്രയൊന്നും മനസ്സിലായോ? ആഡംബര കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും പാസ്റ്റർ അങ്ങനെയൊക്കെ പറയും. നമ്മളിവിടെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, കണ്ടോ? ലളിതവൽക്കരിക്കുകയാണ്, അതിനെ വിപരീതമാക്കുക. വേണം 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 എന്ന് വചനം അനുശാസിക്കുന്ന പലതും വേണ്ട 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 എന്ന് പറയുന്നതാണ് വിപരീത സുവിശേഷം.
വചനം വേണ്ട വേണ്ട വേണ്ട, നോ 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 എന്ന് വചനം പറയുന്നു. ഓക്കെ, യെസ് 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 ആകാം എന്ന് പറയുന്നതാണ് വിപരീത സുവിശേഷം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്നാനപ്പെടണം, സ്നാനപ്പെടണം. അത് എങ്ങനെങ്കിലും പെട്ടാൽ പോരാ. മുഴുകൽ സ്നാനം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മിശിഹ കാണിച്ച അതേ മാതൃക പ്രകാരം തന്നെ വേണം. അങ്ങനെയൊന്നും പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേണ്ട, അങ്ങനെ മുഴുകൽ വേണ്ട. ആരാധനയ്ക്ക് പരിശുദ്ധാത്മ സഹായം വേണം. അന്യഭാഷ ഭാഷണത്തോട് അന്യഭാഷയൊന്നും ഇല്ലെങ്കിലും ആരാധിച്ചാൽ മതിയെന്ന്. അന്യഭാഷ വേണമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാൻ, സ്നാനം മുഴുകൽ വേണമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാൻ, ഇതിനെ എന്ത് വിളിക്കണം? വിപരീത സുവിശേഷം എന്ന് പറയണം. വിശുദ്ധിയുടെ കാര്യത്തിലും വേർപാടിൻ്റെ കാര്യത്തിലും സഭയുടെ ആരാധനയുടെ കാര്യത്തിലും ഉപദേശത്തിൻ്റെ കാര്യത്തിലും വേണ്ട 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 എന്ന് പറയുന്നതും വേണം 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 എന്ന് പറയുന്നതും ഈ സുവിശേഷത്തിനനുസാരമല്ലെങ്കിൽ ശ്രദ്ധിച്ചോണം, അതിനെ വിപരീത സുവിശേഷം എന്നാ പറയുക. വാഴ്ത്തി നുറുക്കിയ അപ്പം, ഒഴിച്ചു വെച്ച വീഞ്ഞ് അഭിഷിക്ത കർത്തൃദാസൻ്റെ കരങ്ങളിലൂടെ വിതരണം ചെയ്യുമ്പോൾ ചിലർ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ഇതെടുക്കാമെന്ന്. എല്ലാവർക്കും ഇതിങ്ങനെ ബക്കറ്റിൽ കൊണ്ട് നടക്കുക. എല്ലാവർക്കും ഗ്രൗണ്ടിന് അപ്പുറത്ത് നിൽക്കുന്നവർക്കും കൊടുക്കാം. ചിലപ്പോൾ അവൻ വിവരമുള്ളവനായതുകൊണ്ട് പറയും, അയ്യോ ഞാൻ നിങ്ങളുടെ പള്ളിക്കാരനല്ല, ഞാൻ ആൻറ്റി അങ്കിളിനെയും ആ യോഗത്തിന് കൊണ്ടുവരാൻ വന്ന ഡ്രൈവറാണ്. അതൊന്നും സാരമില്ല മോനെ, യേശുവിനെ തിന്നാൽ നീ യേശുവിലൂടെ ജീവിക്കും, നീ കഴിച്ചോന്നും പറഞ്ഞ് അവനും വെച്ച് കൊടുക്കുക. അവൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് പുറകോട്ട് മാറി അവനെ പിടിച്ചു നിർത്തി അവൻ്റെ വായി വെച്ച് കൊടുക്കുക. ഇത് സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ അതിന് പറയുക. ഇതിന് ഏത് സുവിശേഷം എന്ന് പറയണം? വിപരീത സുവിശേഷം. പറയുമ്പോൾ എല്ലാം തുറന്നു പറയണമല്ലോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് പെങ്കൊച്ചിന് കല്യാണാലോചന വന്നപ്പം രക്ഷ എന്തുവന്ന് അറിയാൻ വയ്യാത്ത ഒരുത്തനെ കൊണ്ട് കെട്ടിക്കുക. അത് ഏത് സുവിശേഷമാണ്? അതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ മിണ്ടുന്നില്ലല്ലോ ആരും. ഇതുവരെ എനിക്ക് എല്ലാവിധ പിന്തുണയും തന്ന പുള്ളികൾ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. കർത്താവിൻ്റെ വചനവും അതിൻ്റെ വ്യവസ്ഥിതികളും അറിയാവുന്ന പിള്ളേർക്ക് കല്യാണാലോചന എത്തുമ്പം ഉപദേശവും നോക്കാറില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ, ഏതെങ്കിലും ഒരുത്തിയുടെ കൂടെ. എന്നിട്ട് പിന്നെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ മരുമോനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണേ. വേറെ പണിയില്ലേ നിനക്ക്? അങ്ങനെ മരുമോൻ വിശ്വാസത്തിലാകണമെന്നായിരുന്നെങ്കിൽ അതിനനുസരിച്ച് കല്യാണം ആലോചിക്കണമായിരുന്നു. ഇത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്ന ഏതാണ്ട് ആലോചനയും കമ്പ്യൂട്ടർ ആലോചനയും ജാതകം എല്ലാം കൂടെ പൊരുത്തപ്പെടും. അവനങ്ങ് ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ അർമേനിയയിലോ അവസാനം ഉക്രൈനിലാണെന്ന് അറിഞ്ഞപ്പോൾ പണിപാളി. സ്വതന്ത്രം. ഞാൻ പറയാം, വിപരീത സുവിശേഷത്തിൻ്റെ വക്താക്കളാകരുത് നമ്മൾ. എത്ര പേർക്ക് സ്വതന്ത്രം ചെയ്യാൻ പറ്റും? മനവാഴ്ച ഒരെണ്ണം കൂടെ 11-ാം വാക്യം. യെസ്. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. അങ്ങനെ ഒരു സുവിശേഷം ഉണ്ട്, മാനുഷിക സുവിശേഷം. മാനുഷിക സുവിശേഷം. സുവിശേഷം ദൈവത്തിൻ്റെതാണെന്നുള്ളതിന് തെളിവ് ഞാൻ തരിക. ദൈവത്തിൻ്റെതല്ലാത്ത ഒരു സുവിശേഷത്തെ പൗലോസ് ഇവിടെ പറയുന്നു, മാനുഷിക സുവിശേഷം. മാനുഷിക സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞങ്ങളുടെ അപ്പച്ചൻ പഠിപ്പിച്ചത് ഇങ്ങനെ. അയ്യോ, അപ്പച്ചൻ അങ്ങനെ പഠിപ്പിച്ചെങ്കിലും പുസ്തകത്തിൽ അങ്ങനെ, അത് പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. അപ്പച്ചൻ അങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും. ഞങ്ങളുടെ ആശാൻ ഇങ്ങനെ പഠിപ്പിച്ചു, ഞങ്ങളുടെ ഉപദേശി, ഞങ്ങളുടെ സാറ് പറഞ്ഞു, അത് നിന്നുപോയെന്ന്. സാറ് നിന്നുപോയെന്ന് പറഞ്ഞാൽ പിന്നെ നിന്നുപോയതാണ്. സാറും നിന്നു, അതെല്ലാം നിന്നുപോയി ഇപ്പം. പക്ഷേ പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ, മുടങ്ങിയെന്നെങ്ങും വായിച്ചിട്ടില്ല. അറിയാമോ? ഏത് സാറ് പറഞ്ഞാലും മുടങ്ങിയിട്ടില്ല, അതിന്നും നിൽക്കുകയാണ്. അത് അനുഭവമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പോൾ സാറിൻ്റെ സുവിശേഷം, അപ്പച്ചൻ്റെ സുവിശേഷം, ആശാൻ്റെ സുവിശേഷവും വല്യപ്പച്ചൻ്റെ സുവിശേഷം ഒന്നുമല്ല സുവിശേഷം. അതൊക്കെ മാനുഷികമാണ്. സുവിശേഷം ദൈവത്തിൻ്റെതാണ്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഇന്ന് രാത്രിയിൽ? അപ്പോൾ വികല സുവിശേഷങ്ങൾ, പലവിധ സുവിശേഷങ്ങൾ നിലവിലുണ്ട്. അതിലൊന്നാണ് വേറൊരു സുവിശേഷം, വേറൊന്നാ മറിച്ചിട്ട സുവിശേഷം, മറ്റൊന്നാണ് വിപരീത സുവിശേഷം, വേറൊന്നാണ് എന്തൊന്നാ മാനുഷിക സുവിശേഷം. ഇതിൻ്റെ ഒന്നും ചെളിയിൽ കാലുകുരുങ്ങാതെ സത്യസുവിശേഷം ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിതമാക്കപ്പെട്ടതും എഴുതി ഉണ്ടാക്കിയതുമായ അനുഗ്രഹീതമായി മാറ്റമില്ലാത്ത ഭേദഗതിക്ക് വിധേയമാകാത്ത, അതുകൊണ്ടാണ് അതിനെ സനാതന സുവിശേഷം എന്നൊക്കെ പറയുക. ആ സുവിശേഷമാണ് നാം അറിയേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനിയും നാട്ടുകാരോട് ചിലത് പറയുകയാണ്, ശ്രദ്ധിച്ചോണം. സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗമാണ്. ഈ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ? ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സാധ്യത എന്താ? ഇന്നിവിടെ പ്രസംഗിക്കപ്പെടേണ്ടത് വേറെ എന്തെങ്കിലുമൊക്കെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ വിശദീകരണങ്ങളല്ലേ ഉപദേശി? നാസയുടെ കണ്ടുപിടുത്തമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഈ 10,000-2000 കൊല്ലം പഴക്കമുള്ള സുവിശേഷത്തെ പ്രസംഗിച്ചിട്ട് എന്താ കഥ
എന്ന് ചോദിക്കുന്നവരുണ്ട്. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ഗോസ്പൽ ഇൻ ദ മോഡേൺ സെഞ്ചുറി എന്നൊക്കെ ചോദിക്കുന്ന ചിന്താബോധമുള്ളവരുണ്ട്. നല്ലതാണ് ആ ചോദ്യം. പക്ഷേ കാലം എത്ര പുരോഗമിച്ചാലും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല സുവിശേഷം. കാരണം ഇത് ദൈവത്തിൻ്റെതാണ്. അത് ചെയ്തെടുക്കുന്ന അനന്ത സാധ്യത വളരെയാണ്. 1, 2, 3, 4 അക്കമിട്ട് പറയാം. അകത്തും പുറത്തുമുള്ളവർ ശ്രദ്ധിക്കണം. സമയത്തിൻ്റെ പരിമിതിയെ പരിഗണിച്ചുകൊണ്ട് തന്നെ വിശദീകരണങ്ങൾ സംക്ഷിപ്തമോ വ്യാപകമോ ആകാം. ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സുവിശേഷം ചെയ്തെടുക്കുന്ന മഹത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനിനി പറയാൻ പോകുന്ന, അക്കമിട്ട് പറയാൻ പോകുന്ന ചില അവബോധങ്ങൾ നമുക്ക് നൽകും ദൈവത്തിൻ്റെ സുവിശേഷം. അവബോധങ്ങൾ എന്ന് പറഞ്ഞാൽ അവയർനെസ്. അതാണ് നാട്ടുകാർ കേൾക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും നാട്ടിലുള്ള എല്ലാവർക്കും ഒന്നും അറിയണം എന്നില്ല, അതവർക്ക് ബോധ്യമാകില്ല. പക്ഷേ വെളിയിലുള്ള മുഴുവൻ ആളുകളും ഇനി ശ്രദ്ധിക്കണം, അകത്തുള്ളവരും ശ്രദ്ധിക്കണം. സുവിശേഷത്തിൻ്റെ അനന്ത സാധ്യത ചില അവബോധങ്ങൾ തരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് ഞങ്ങളുടെ ചർച്ചിനകത്തു നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് ആനപ്പാറ ഈ വിശാലമായ ഗ്രൗണ്ടിൽ ഇത് ക്രമീകരിക്കുന്നു. ഇത്രയും ആളുകൾക്ക് ഇവിടെ വരാൻ പറ്റുക, നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാൻ പറ്റുന്നൊരു സൗകര്യം തേടി ഞങ്ങളുടെ സ്നേഹിതൻ സുരേഷ് പാസ്റ്ററും കൂട്ടുകാരും കൂടെ ഇവിടെ ഇത് ക്രമീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം ഇതിൻ്റെ ഈ അവബോധം എല്ലാവരും അറിയണമെന്നുള്ളതാണ്. എന്താണ് സുവിശേഷം നൽകുന്ന അവബോധം? 1, 2, 3, 4 എന്ന് വിഷയാടിസ്ഥാനത്തിൽ പറയാം. ഒന്നാമത്തേത് ദൈവാവബോധമാണ്. ദൈവാവബോധം. സ്വതന്ത്രം പറയാൻ പറ്റുമോ? സുവിശേഷം മാത്രമാണ് ഏത് മനുഷ്യനും ദൈവാവബോധം കൊടുക്കുക. ആ ദൈവാവബോധത്തിന് അല്പം കൂടെ പരിഷ്കരിച്ചൊരു പ്രയോഗം ഞാൻ തരാം. സത്യദൈവാവബോധം. സത്യദൈവാവബോധം. കുഞ്ഞുങ്ങളൊന്നും മറന്നു പോകരുത് ആ പ്രയോഗം. സുവിശേഷത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ സാധ്യതയും ദൈവാവബോധം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കേട്ടേ പറ്റൂ. എല്ലാവരെയും കേൾപ്പിക്കാൻ ഞങ്ങൾ പെടാപ്പാടുപെടുകയാണ്. സ്വതന്ത്രം. അതിനിടയ്ക്ക് ആരെങ്കിലും തല്ലിക്കൊല്ലും, അതുവരെ ഇത് കേൾപ്പിച്ചുകൊണ്ട് തന്നെ നടക്കും, പാടിയും പറഞ്ഞു ഒക്കെ. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവാവബോധം നൽകുന്ന വേറൊരു സന്ദേശമില്ലെന്ന് ശാസ്ത്ര സാങ്കേതിക മികവുകളുടെ ചില ഫോർമുലകളും അതിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ചിന്തിച്ചു പോയാൽ, നമ്മൾ കൂടുതൽ പഠിച്ചാൽ ദൈവമേ ഇല്ലെന്ന് തോന്നിപ്പോവും. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് പാഞ്ചിയ എന്ന് പറയുന്നൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. അത് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ചപ്പോൾ ഇന്ന് 5 ഭൂഖണ്ഡങ്ങളായി മാറി. പൊട്ടിത്തെറിച്ച് വല്ലതും ഗുണം ഉണ്ടായി വന്നിട്ടുള്ളത് അറിയാമോ? പൊട്ടിത്തെറിച്ച ഏതെങ്കിലും സാധനം ഗുണമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിച്ച ചീൾ എന്തിനു കൊള്ളാന്ന് പറ? അത് ഉപയോഗമുള്ളതായിട്ട് മാറാറുണ്ടോ? ഇല്ല. പൊട്ടിത്തെറിച്ചതൊക്കെ നാശമായി പോയിട്ടേ ഉള്ളൂ. അങ്ങനെ നാശമായതിനകത്തുനിന്ന് ഉണ്ടായി വന്നതല്ലിത്. ഇത് ദൈവം ഉണ്ടാക്കിയതാണ്. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ജീവജാലങ്ങളെ മുഴുവൻ, കാട്ടുമൃഗങ്ങളെ, നാട്ടുമൃഗങ്ങളെ, പറവകളെ, പ്രാണികളെ, ജലജന്തുക്കളെ, ഇതിനെയെല്ലാം അടക്കി വാഴാൻ മനുഷ്യനടക്കമുള്ളതിനെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. മനുഷ്യനെ മാത്രം മണ്ണിൽ പണി ചെയ്ത് ദൈവം ഉണ്ടാക്കി. മനസ്സിലായോ? മണ്ണിൽ ആദ്യം പണി ചെയ്ത തൊഴിലാളി ദൈവം തന്നെയാണ്. ദൈവമുണ്ടാക്കിയ മണ്ണ്, ദൈവമുണ്ടാക്കിയ പാറ, ദൈവമുണ്ടാക്കിയ ആകാശം, ദൈവമുണ്ടാക്കിയ ഭൂമി, ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ഠേ 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 എന്ന ശബ്ദം ഉണ്ടല്ലോ, അത് ചിന്തിക്കാൻ കൊള്ളാവുന്നൊരു സംഭവമാണ്. അത് ശ്രേഷ്ഠമായൊരു പ്രയോഗം തന്നെയാണ്. ദൈവം കമ്മിറ്റി പറഞ്ഞതല്ല, അത് കമ്മിറ്റി പറഞ്ഞാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞത്, ലോക്കൽ കമ്മിറ്റി പറഞ്ഞത്, സെൻട്രൽ കമ്മിറ്റി ഒന്നും പറഞ്ഞതല്ല. അത്യുന്നതനായി ദൈവം തൻ്റെ സർവ്വശക്തി പരമാധികാരം ഉപയോഗിച്ച് പറഞ്ഞതാ, ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, മുളച്ചു വരട്ടെ, കൂടട്ടെ, പറക്കട്ടെ, ജനിക്കട്ടെ, വേർപിരിയട്ടെ എന്നൊക്കെ ദൈവം പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. അങ്ങനെ പറഞ്ഞുണ്ടാക്കി. ഒടുവിൽ മനുഷ്യനെ മാത്രം ദൈവം തൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ചു. സകല മൃഗങ്ങളെയും പറവകളെയൊക്കെ ദൈവം ഉണ്ടാക്കിയത്, അല്ലാതെ സ്വന്തമായി ഉണ്ടായി വന്നതൊന്നുമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പലരും ദൈവത്തെ നിഷേധിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുക. മനുഷ്യൻ്റെ മാനവികതയിൽ സംഭവിക്കുന്ന ചില മൂല്യച്യുതികൾക്ക് പരിഷ്കരണം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞു വരുന്ന ചില ആളുകൾ പറയുന്നത്, ദൈവം ഉണ്ടെങ്കിൽ ആ പുള്ളിയെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് നമുക്ക് ആ കസേര കയറി ഇരുന്നിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ എല്ലാം നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവ നിഷേധമാണ് പല വിശകലനങ്ങളിൽ ഉള്ളത്. എന്നാൽ സുവിശേഷം നൽകുന്നത് സത്യദൈവവും അവബോധമാണ്. ദൈവമില്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരുവനെ ദൈവത്തിങ്കലേക്ക് നയിക്കാൻ സുവിശേഷം നൽകുന്നു. അതിനൊരു ആധാരവാക്യം ഞാൻ തരാം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം. അപ്പോസ്തലപ്രവൃത്തി 14:15 കുഞ്ഞുങ്ങൾ വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 14:15. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ
ജീവനായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. സ്തോത്രം പറഞ്ഞില്ലല്ലോ എല്ലാവരും? ദൈവാവബോധം സുവിശേഷം നൽകുന്നു എന്നുള്ളതിന് കനത്ത വാക്യമാണത്. അപ്പോസ്തലപ്രവൃത്തി 14:15 പൗലോസിന്റെ ഒരു അനുഗ്രഹീത പ്രഭാഷണത്തിൽ നടത്തിയെടുത്ത വാക്യമാണത്. 14:15 വാക്യം. നിങ്ങൾ ഈ ചെയ്യുന്ന വ്യർത്ഥ കാര്യങ്ങൾ, മോക്ഷത്തിനും മുക്തിക്കും സായുജ്യത്തിനും നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ വ്യർത്ഥ കാര്യങ്ങൾ. നരബലിയും മൃഗബലിയും ഒക്കെ വ്യർത്ഥ കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആത്മാവിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പൗലോസ് എന്ന അനുഗ്രഹീത വാഗ്മി പറയുകയാണ്. നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനായ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം സുവിശേഷം അറിയിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഇവിടുത്തെ അധികാരി വർഗങ്ങൾ അത് അറിയണം. സുവിശേഷത്തിന് നേരെ, സുവിശേഷകനെതിരെ, പള്ളിക്കെതിരെ ആയുധങ്ങളും മാരകായുധങ്ങളുമായി ഇറങ്ങുന്ന സകല പുള്ളികളും അറിയണം. സുവിശേഷം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ ദൈവമുണ്ടെന്നും ആ ദൈവത്തിങ്കിലേക്ക് സകല മനുഷ്യരും മടങ്ങി വരണമെന്നുള്ളതാണ്. ദൈവരാഹിത്യത്തിൽ, ദൈവനിഷേധത്വത്തിൽ നിന്ന് മനുഷ്യൻ മടങ്ങി സത്യദൈവത്തിങ്കിലേക്ക് വരണം. അതാണ് സുവിശേഷത്തിൻ്റെ അവബോധം. ഒന്നാമത്തെ അവബോധം അത് ദൈവാവബോധമാണ്. ഇനി അല്പം വിശകലനം തരാം, ശ്രദ്ധിച്ചോ. വേദപുസ്തകം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥം 2 ദൈവങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. 2 ദൈവങ്ങൾ. തെറ്റിദ്ധരിക്കരുത്, വിശദീകരണം തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. വേദപുസ്തകം 2 ദൈവങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ദൈവം സത്യദൈവം, ഏക സത്യദൈവം. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ, ഇതിനെ നിയന്ത്രിക്കുന്നവൻ, നിയോഗിക്കുന്നവൻ, ഇതിനെ അണുകിട വ്യതിചലിക്കാതെ പരിപാലിച്ച് പരിരക്ഷിക്കുന്നവൻ, ഇതിനകത്തുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥിതിയെ ക്രമീകരിക്കുന്നവൻ, സകലതിനും അതതിൻ്റെ ആഹാരം വിളമ്പിക്കൊടുക്കുന്നൊരു പരാശക്തി. കണ്ടോ? ആ ദൈവം. തേൻ വേണ്ടുന്നവയ്ക്ക് തേൻ, മീൻ വേണ്ടുന്നവയ്ക്ക് മീൻ, പുല്ല് വേണ്ടുന്നവയ്ക്ക് പുല്ല്, മാംസം വേണ്ടുന്നവയ്ക്ക് മാംസം, കിഴങ്ങ് വേണ്ടുന്നവയ്ക്ക് കിഴങ്ങ്, ചോര വേണ്ടുന്നവയ്ക്ക് ചോര. ഒന്നിൻ്റെതും എടുത്ത് വേറൊന്നിന് കൊടുക്കുന്നില്ല, അതതിൻ്റെ ആഹാരം അങ്ങനെ കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുന്ന സത്യദൈവം. ആ സത്യദൈവം ഏക സത്യദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഏക സത്യ ദൈവം വിശുദ്ധി, വിശ്വസ്തത, സ്നേഹം, സത്യം, ധർമ്മം, ന്യായം, നീതി ആദിയായ സദ്ഗുണങ്ങളുടെ അഥവാ സുഹൃതങ്ങളുടെ ഉറവയാണ്. ആ ദൈവത്തിന് സത്യം ഉണ്ടെന്നല്ല, ആ ദൈവത്തിൽ വിശുദ്ധി ഉണ്ടെന്നല്ല, ആ ദൈവം വിശുദ്ധിയുടെയും സത്യത്തിൻ്റെ, ന്യായത്തിൻ്റെ, നീതിയുടെയും ദയയുടെയും കരുണയുടെയും ഒക്കെ ശക്തിയുടെയും ഒക്കെ ഉറവയായ ദൈവമാണ്. വേദോസം വെളിപ്പെടുന്ന ദൈവം അങ്ങനെ ഒരു ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങണമെന്നുള്ളതാണ് സുവിശേഷം നൽകുന്ന അവബോധം. അത് എത്ര പേർക്ക് മനസ്സിലായി? രണ്ടാമത്തെ ദൈവം ഏതെന്ന് കേൾക്കാനാണ് നിങ്ങൾ കാതോർക്കുന്നതെന്ന് എനിക്കറിയാം. വേദോസം വെളിപ്പെടുന്ന രണ്ടാമത്തെ ദൈവം ഏതാ? 2 കൊരിന്ത്യർ ലേഖനം 4:4. സുവിശേഷത്തിൻ്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ. ബാക്കി പറഞ്ഞേ. ഒരു എംപോസിഷനുമാണ് പഠിക്കുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞു. സുവിശേഷത്തിൻ്റെ പ്രകാശം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെന്തോ ചെയ്യുന്നു? അവ കുരുടാക്കുന്ന ഒരു ദൈവമുണ്ട്, ഇരുട്ടാക്കുന്ന ഒരു ദൈവമുണ്ട്, ഇരുട്ടിലേക്ക് തള്ളിയിടുന്ന ഒരു ദൈവമുണ്ട്, അധാർമികതയിലേക്ക് തള്ളിയിടുന്ന ഒരു ദൈവമുണ്ട്, സാൻമാർഗികതയിലേക്ക് തള്ളിയിടുന്ന ഒരു ദൈവമുണ്ട്, സത്യദൈവത്തിൽ നിന്ന് നമ്മെ അനാത്മികതയിലേക്ക് തള്ളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് ഈ ലോകത്തിൻ്റെ ദൈവം. അപ്പോൾ വേദോസം എത്ര ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നു? 2 ദൈവം. ഒന്ന് ദൈവം? ഏക സത്യദൈവം, വിശുദ്ധിയുടെ ദൈവം, വിശ്വസ്തതയുടെ ദൈവം, സ്നേഹത്തിൻ്റെ ദൈവം. കണ്ടോ? ദയയുടെ കരുണയുടെ ദൈവം, പരമാധികാരത്തിൻ്റെ ദൈവം. ആ ദൈവത്തെയാണ് പരാശക്തി, ജഗംനിയന്താവെന്ന് വിളിക്കുക. കള്ളിൻ്റെ ദൈവമല്ല, കൊള്ളയുടെ ദൈവമല്ല, കൊലപാതകത്തിൻ്റെ ദൈവമല്ല, വെട്ടിനുറുക്കലിൻ്റെ ദൈവമല്ല. കണ്ടോ? പാർട്ടിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, കുടുംബ പകയുടെ പേരിൽ വെട്ടി നിരത്താൻ പ്രചോദനം തരുന്ന ദൈവം ഏക സത്യ ദൈവമല്ല. സുവിശേഷം അറിയിക്കുന്ന ദൈവമല്ല, സുവിശേഷം വെളിപ്പെടുത്തുന്ന ദൈവമല്ല, പകരം ഈ ലോകത്തിൻ്റെ ദൈവമാണ്. ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ പേരാണ് പിശാച്, ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ പേരാണ് സാത്താൻ, ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ പേരാണ് ഇബ്ലീസ് എന്ന് പറയുന്ന സകല തിന്മകളുടെയും കേന്ദ്ര ബിന്ദുവാണവൻ. പെണ്ണ് പിഴയ്ക്കുന്നത് അവൻ നിമിത്തമാണ്. 3 വയസ്സുകാരിയും 30 വയസ്സുകാരിയും 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും പിഴച്ചു പോകുന്നത് ഇബ്ലീസ് നിമിത്തമാണ്. അതിന് പ്രതികളെ നമ്മൾ കണ്ടെത്താറുണ്ട്, പോലീസ് പിടിച്ചടയ്ക്കാറുണ്ട്. സത്യത്തിൽ അവനല്ല പ്രതി, അവന് ആ പ്രചോദനം കൊടുത്ത, അടിസ്ഥാനപരമായി അവന് പ്രചോദനം കൊടുത്തൊരു പ്രതി വേറെയുണ്ട്, അത് പിശാച് തന്നെയാണ്. അവനെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീതിപാലകർക്കും പറ്റില്ല. അവനെ അറസ്റ്റ് ചെയ്യാൻ കരുത്തുള്ളൊരു കരവുമായി ഒരുവൻ വെളിപ്പെടും. അത് ദൈവസഭയുടെ പ്രത്യാശയാണ്. ഇതുവരെ ചെയ്ത സകല കാപാലികതകളുടെയും, ഇതുവരെ ചെയ്ത സകല കൊള്ളകളുടെയും, കൊള്ളിവെപ്പിൻ്റെയും, സമരങ്ങളുടെയും, യുദ്ധങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച്
ഈ അന്ധകാര ശത്രുവിനെ 1000 ആണ്ട് ബന്ധിച്ച് റിമാൻഡ് ചെയ്യാനും ഒടുവിൽ അവനെ നിത്യ നരകത്തിലേക്ക് തള്ളാനും കരുത്തുള്ള ഒരുവനേ ഉള്ളൂ. അതാ ഞങ്ങൾ പാടുന്ന യേശു, അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു യേശു. വിശ്വസിക്കുന്നവരെ കർത്താവിനെ മഹത്വപ്പെടുത്ത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇവന്റെ പ്രഭാവത്തെ ഇല്ലാതാക്കി ഇവനെ കൂട്ടിലാക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? അപ്പം 2 ദൈവങ്ങളുണ്ട്. ആ ദൈവാവബോധം സുവിശേഷത്തിലൂടെ ലഭിക്കപ്പെടുക. പിശാച് എന്ന് പറയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് താങ്കളെ കള്ളുകുടിക്കും, പുകവലിക്കും, ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ വിധേയമാക്കുന്നത്. രാവിലെ മഞ്ഞുവെള്ളം തോരുന്നതിന് മുമ്പ് വീട് വിട്ടിറങ്ങി പണിയിടങ്ങളിലേക്ക് പോയാൽ, തൊഴിലിടങ്ങളിലേക്ക് പോയാൽ, രാത്രി വളരെ കനത്തിട്ട് വീട്ടിൽ വരാൻ പറ്റും. അന്ന് കിട്ടിയതായിരിക്കുന്ന കൂലി വീട്ടിൽ സുഗമമായി എത്താതെ, വീട്ടിലുള്ള ആവശ്യങ്ങൾക്കെത്താതെ ഏതെങ്കിലും കള്ളു മുതലാളിയുടെ മേശ വലിപ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് വേദപുസ്തകം വെളിപ്പെടുന്ന സത്യദൈവമല്ല, വേദപുസ്തകം വെളിപ്പെടുന്ന ഈ ലോകത്തിൻ്റെ ദൈവമാണ്. സ്വന്തം ഭാര്യയോട് അവിശ്വസ്തത പുലർത്താൻ, സ്വന്തം ഭർത്താവിനോട് അവിശ്വസ്തത പുലർത്താൻ, ജനിപ്പിച്ച മക്കളോട് ഉത്തരവാദിത്വമില്ലാതെ പോകാൻ ഒക്കെ പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് സുവിശേഷം 2 ദൈവങ്ങളെക്കുറിച്ചുള്ള അവബോധം നമുക്ക് തരുന്നു. അതിൽ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിനെ നിഷ്കരുണം നിരാകരിച്ചിട്ട് ഏകസത്യദൈവമായ ആ പരാശക്തിയെ നാം അംഗീകരിക്കണം. അതാണ് സുവിശേഷം നൽകുന്ന അവബോധം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഇത് പറയാനാണ് ഞങ്ങൾ ഈ പൊതുസ്ഥലത്ത് യോഗം വെച്ചിരിക്കുന്നത്. ഇന്നലെ ആ ദൈവത്തിങ്കിലേക്ക് വരുന്നതിൻ്റെ ചടങ്ങിനെക്കുറിച്ചാണ് പറഞ്ഞത്. മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ആ ദൈവത്തിങ്കിലേക്ക് വരുന്നതിനെയാണ്. മാനസാന്തരം എന്നാൽ എന്ത് എന്നൊരു ചോദ്യം ഇന്നും ചില ചിന്തകന്മാർ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് റിപ്പൻഡൻസ്? സമഗ്രമായി കേട്ടില്ലേ ഇന്നലെ? ഒരു നിർവചനം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. എന്താണ് മാനസാന്തരം? പള്ളിച്ചേരുന്നല്ല മാനസാന്തരം, കള്ളുകൂടി നിർത്തുന്നല്ല മാനസാന്തരം, അടിപിടി കലാശങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതല്ല മാനസാന്തരം, സന്ധ്യയ്ക്ക് തന്നെ വീട്ടിൽ ഹാജരാകുന്നല്ല മാനസാന്തരം. പിന്നെന്താ മാനസാന്തരം? നിർവചനം കേട്ടോണം. ടേണിംഗ് ഫ്രം സിൻ ആൻഡ് ടേൺ ടു ഗോഡ്. അതാണ് മാനസാന്തരം. അല്പം കൂടെ പരിഷ്കരിച്ച് പറയാം. ടേണിംഗ് ഫ്രം സിൻ ആൻഡ് ടേൺ ടു ട്രൂ ഗോഡ്. കണ്ടോ? പാപത്തിൽ നിന്ന് തിരിഞ്ഞ് സത്യദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനെയാണ് മാനസാന്തരം. പാപത്തിൽ നിന്ന് തിരിഞ്ഞാൽ മാത്രം മാനസാന്തരമാകത്തില്ല. പാപപ്രവർത്തികളിൽ നിന്ന് തിരിഞ്ഞവൻ സത്യദൈവത്തിങ്കിലേക്ക് തിരിയണം. അപ്പോൾ മാത്രമേ മാനസാന്തരമാവും. അപ്പം 2 തിരിവാണ്. പാപത്തിന് തിരിയുക, സത്യദൈവത്തിങ്കിലേക്ക് തിരിയുക. അവിടെയാണ് മാനസാന്തരത്തിൻ്റെ പൂർണ്ണത. ഹല്ലേലൂയ. അപ്പം അതിന് ഈ സുവിശേഷം കേട്ടേ പറ്റൂ. അപ്പം സുവിശേഷം തരുന്ന 1ാമത്തെ അവബോധം സത്യദൈവ അവബോധമാണ്. ആ ദൈവം സർവശക്തന്, പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവന്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തെ ഭരമേൽപ്പിച്ചാൽ നിരാശപ്പെടേണ്ടതില്ല. കർത്താവ് നടത്തിക്കോളും. ആ ദൈവം താങ്കളെ പുലർത്തിക്കോളും. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ആ ദൈവം താങ്കളെ മറക്കാത്തവനാകട്ടോ. ആ ദൈവം താങ്കളിൽ നിന്ന് മാറാത്തവനാണ്. ആ ദൈവം താങ്കളുടെ നന്മ മുടക്കാത്ത ദൈവമാണ്. ആ ദൈവം താങ്കളെ അപകടത്തിൽ മറയ്ക്കുന്നൊരു ദൈവമാണ്. ഈ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ താങ്കളെ നാളെ അംബാനിയാക്കും, അദാനിയാക്കും എന്നൊന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഈ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിലേക്ക് നടത്തിക്കോളും. ഏറ്റവും വലിയ ആത്മീയ സൗഭാഗ്യങ്ങളിലേക്ക് നടത്തും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ദൈവം നമ്മെ ജീവപര്യന്തം വഴിതെളിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ മക്കളാകുക എന്നുള്ളതേറെ സൗഭാഗ്യകരമായ കാര്യം. അപ്പം സുവിശേഷം നമുക്ക് ദൈവാവബോധം തരുന്നു എന്ന ചിന്ത മറക്കരുത്. ഇനി ആ ചിന്തയിൽ അതിനെ ഒന്നുകൂടെ സ്ഥായിയായി ഉറപ്പിക്കേണ്ടതിന് 1, 2, 3, 4, 5 ചിന്തകളൂടെ ഞാൻ പദങ്ങളായി തരാം. ആ എന്ന അക്ഷരത്തിൽ 5 പദങ്ങൾ തരാം. 5 പദങ്ങൾ മറക്കരുത്. ദൈവത്തെ അറിയണം. 2, ദൈവത്തെ അനുസരിക്കണം. 3, ദൈവത്തെ ആരാധിക്കണം. 4, ആ ദൈവത്തെ ആശ്രയിക്കണം. 5, ആ ദൈവത്തെ അനുകരിക്കണം. പ്രൈസ് ദ ലോർഡ്. 5 കാര്യങ്ങൾ ദൈവാവബോധം കിട്ടിയവൻ ചെയ്തേ പറ്റൂ. ഒന്നുകൂടെ തഞ്ചമായി പറയാം, കുറിക്കാൻ പാകത്തിന് പറയാം. 1ാമത്, ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. വേറെ ഏതോ മിഥ്യയായ ദൈവങ്ങളുടെ പിന്നാലെ കൂട്ടുകെട്ടി നടക്കരുത്. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി ആരോ പരിചയപ്പെടുത്തി ഏതെങ്കിലും ദൈവങ്ങൾ ഉണ്ടാകാം. സങ്കല്പശക്തികളോ ആവാഹന ശക്തികളോ ആരെങ്കിലുമൊക്കെ ശില്പചാതുര്യത കൊണ്ട് രൂപപ്പെട്ടുണ്ടാക്കിയതായ ദൈവങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ആ ദൈവമല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യദൈവം. കണ്ടില്ലേ? സകലത്തിനു മുൻപേ ഉണ്ടായവനല്ല, ഉള്ളവനാണ്.
ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ, ദൈവത്തിൻ്റെ ഏകനിത്യ വർത്തമാനത്വത്തെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആരാലും ഉണ്ടാക്കപ്പെട്ടതല്ല, സ്വയം ഉണ്ടായതുമല്ല, ദൈവം ഉള്ളവനാണ്, ഉള്ളവനായ ഉണ്മയാണ്. കണ്ടോ, ആ ദൈവത്തെ ഒന്ന് നാം അറിയണം, രണ്ട് നാം അനുസരിക്കണം, മൂന്ന് നാം ആ ദൈവത്തെ മാത്രം ആരാധിക്കണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. കാര്യസാധ്യത്തിന് വേണ്ടി വേറെ ശക്തിയുടെ ഒന്നും മുമ്പിൽ പ്രണയിക്കരുത്, കൊടുക്കരുത്, വാങ്ങരുത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൂമിയിൽ ആരാധ്യനായ ഒരൊറ്റ ദൈവം, അതാരാ? ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ച് നിയോഗിച്ചെന്ന് പരിപാലിക്കുന്ന സത്യദൈവം. ആ ദൈവത്തെ മാത്രമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അതിനെത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? മണ്ണിനെ ആരാധിക്കരുത്, പെണ്ണിനെ ആരാധിക്കരുത്, കണ്ടോ, ആണിനെ ആരാധിക്കരുത്, കുഞ്ഞിനെ ആരാധിക്കരുത്, മുതിർന്നതിനെ ആരാധിക്കരുത്, കാട്ടുമൃഗങ്ങളെ ആരാധിക്കരുത്, നാട്ടുമൃഗങ്ങളെ ആരാധിക്കരുത്, പറവകളെയോ പ്രാണികളെയോ ആരാധിക്കരുത്, ആവാഹന ശക്തികളെ ആരാധിക്കരുത്, ഒഴുകുന്ന പുഴയെ ആരാധിക്കാൻ പാടില്ല, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ ആരാധിക്കരുത്, കടലിനെ ആരാധിക്കരുത്, ഒന്നിനെയും ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് അരുതെന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിൽ തിളക്കത്തോടെ ഞങ്ങൾക്ക് ഉയർത്തി പറയാനുള്ള ഒരുവനുണ്ട്, അവനാണ് ആരാധ്യൻ, അത് ഏകസത്യ ദൈവമാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ തീരുമാനമെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തെ മാത്രം ആരാധിച്ചു വരുന്ന പരിചയവും അനുഭവമുള്ളവര് ആ കരമടിച്ച കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൂ. ആരാധ്യനെ ഒന്ന് ആരാധിച്ചോ. ഹല്ലേലൂയ ജീസസ്. ദൈവത്തെ ആരാധിക്കണം, അനുസരിക്കണം. കണ്ടോ, അനുകരിക്കണം. 5 കാര്യങ്ങൾ, 5 പദങ്ങൾ കിട്ടിയോ? കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടിയോ? അറിയണം, അനുസരിക്കണം, ആരാധിക്കണം, ആശ്രയിക്കണം, അനുകരിക്കണം. അനുകരിക്കണമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സ്വഭാവ മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, ആ ദൈവം ധരിച്ചിരിക്കുന്ന സത്യധർമ്മ, ന്യായ, വിശുദ്ധി, വിശ്വസ്തത എന്ന് പറയുന്ന ഈ മൂല്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മളങ്ങോട്ട് അനുസരിച്ച് വിശ്വാസ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയണം. ഈ സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങി നനഞ്ഞങ്ങോട്ട് നിൽക്കുമ്പം വെള്ളത്തിൽ അങ്ങനെ ഒരുമാതിരി പേടിയും പരവേശത്തോടൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ദൈവദാസൻ പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ട് നനഞ്ഞ ജപിക്കാത്തോട്ട് ആദ്യം പറയുന്ന വാക്യം ഓർമ്മയുണ്ടോ? മരണപര്യന്തം എന്തോ ചെയ്യണം? എൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്. ആ ദൈവത്തോട് ഏകീഭവിക്കുവാൻ സ്നാനമേറ്റ നീ സൂക്ഷിക്കേണ്ട ഏറ്റവും മൂല്യമുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്, ആത്മീയ സുഹൃതമെന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. കൂട്ടത്തിൽ വിശുദ്ധി, വിശ്വസ്തത, വിശുദ്ധി, വിനയം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ശാലീനത. കണ്ടോ, വിമർശനമോ വിരോധമോ വിദ്വേഷമോ വിഭാഗീയതകളോ എല്ലാം അസ്തമിപ്പിച്ചിട്ട്, അവസാനിപ്പിച്ചിട്ട്, പറിച്ചുരിഞ്ഞു കളഞ്ഞിട്ട് ഈ ദൈവത്തിൻ്റെ സ്വഭാവ മൂല്യങ്ങളെ അനുകരിക്കാൻ നമുക്ക് കഴിയണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ടാമത്തെ അവബോധം വേഗം പറയാം. രണ്ടാമത്തെ അവബോധം എന്താണെന്നറിയാം? സുവിശേഷത്തിലൂടെ ലഭിക്കപ്പെടുന്ന രണ്ടാമത്തെ അവബോധം പാപാവബോധമാണ്. പാപാവബോധം, പാപത്തെക്കുറിച്ചുള്ള കനത്ത പഠനം, അതാ സുവിശേഷം നൽകുന്നത്. വാക്യം നമുക്ക് പരിചിത വാക്യമാണ്, എങ്കിലും കുഞ്ഞുങ്ങൾ വായിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം. മർക്കോസ് 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ എന്തോ ചെയ്യണം? മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, പാപാവബോധം ലഭിക്കപ്പെടുന്നവനാണ് മാനസാന്തരപ്പെടാൻ താല്പര്യം കാണിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള അവബോധം കിട്ടിയവനാണ് പാപബോധം ഉണ്ടാകുക, അവനാണ് മാനസാന്തരപ്പെടാൻ തീരുമാനമെടുക്കുക. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? സുവിശേഷം വെളിപ്പെടുത്തിയ സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മൂല്യമാണ് വിശുദ്ധി, വിശ്വസ്തത, ആദിയായ മൂല്യങ്ങൾ, ആദിയായ സുഹൃതങ്ങൾ. മനസ്സിലായോ? ആ സുഹൃതങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കയ്യാളുന്ന അസ്തിത്വത്തിന് പറയുന്ന പേരാണ് ധന്യനായവൻ. ധന്യനായ ദൈവം എന്നൊക്കെ പൗലോസ് പറയുന്നതിൻ്റെ കാരണം അതാ, സമസ്ത സുഹൃതങ്ങളെയും ഒരുമിച്ച് കയ്യാളുന്നവൻ. കണ്ടോ, അങ്ങനെ കയ്യാളുന്ന ദൈവത്തിന് കൊടുക്കാവുന്ന നല്ല പേരാണ് ധന്യനായ ദൈവം. കണ്ടോ, അതാ 1 തിമോഥെയോസ് 1:11 ദൈവത്തിന് ധന്യനായ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ ഈ സുഹൃതങ്ങളെല്ലാം കൂടെ ദൈവത്തിനുണ്ട് എന്ന് സുവിശേഷത്തിലൂടെ ഒരുവന് ബോധ്യമായി കഴിഞ്ഞാൽ ഈ ദൈവം മതി എനിക്ക്, അങ്ങനെ തീരുമാനത്തിലേക്ക് വരുമ്പോൾ അവന് പാപബോധമുണ്ടാവും. അയ്യോ, ഈ ദൈവവുമായി കൂട്ടുകൂടണമെങ്കിൽ എൻ്റെ പാപം ഉപേക്ഷിച്ചേ പറ്റുള്ളല്ലോ. അങ്ങനെ ഉപദേശി പറഞ്ഞിട്ട് പാപം നിർത്തുന്നതല്ല. സുവിശേഷം കേൾക്കുമ്പം ദൈവത്തെക്കുറിച്ച് അറിവായി വരും. ആ ദൈവത്തെക്കുറിച്ചുള്ള അവബോധത്തിലാണ് ഇവർ പാപാവബോധമുണ്ടാകുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ പാപാവബോധം യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവം ആരാണെന്ന് പഠിച്ചാൽ മതി എന്നാണ് ഞാനീ പറയുന്നത്. ദൈവ പരിജ്ഞാനമുള്ളവന് മാത്രമേ പാപാവബോധം ഉണ്ടാവുകയുള്ളൂ. അതിന് തെളിവ് ഞാൻ തരാം. മുമ്പേ കർത്താവിൻ്റെ ദാസന്മാർ ആരും ഇവിടെ പരാമർശിച്ചു, സ്വർഗത്തിലെ ആരാധനയുടെ കാര്യം. പാസ്റ്റർ സത്യരാജ് അവറുകളാണ്.
യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ആരാധന പരാമർശിച്ചല്ലോ. നിങ്ങൾ കേട്ട് കാണും. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു ആവിഷ്കാര ഭംഗി യെശയ്യാവ് വെളിപ്പെടുത്തുകയാണ്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ ദൃശ്യം യെശയ്യാവ് എന്ന പ്രവാചകൻ കാണുകയാണ്. ദൈവത്തിന് ശക്തൻ 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 എന്നോ ജ്ഞാനി എന്നോ പറയാതെ ദൂതന്മാരുടെ പാട്ടിനകത്ത് ഒറ്റ വരിപ്പാട്ട്, ആ പാട്ടിൽ ആവർത്തിച്ച് പറയുന്ന പ്രയോഗം എന്താ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആരാണെന്ന്? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 6-ാം വാക്യം ശ്രദ്ധിക്കണം. യെശയ്യാപ്രവചനം 6:3. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആളത്വ മഹിമ, വ്യക്തിത്വം, ആഹാത്മ്യത, ആ ഔന്നത്യം, ആ ഉത്തുംഗ പ്രതാപം പ്രവാചകന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ, 3-ാം വാക്യത്തിൽ അത് ബോധ്യമായി കഴിഞ്ഞപ്പോൾ 5-ാം വാക്യത്തിൽ പറയുക, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളൊരു മനുഷ്യൻ. അപ്പം ദൈവം വിശുദ്ധനാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ശുദ്ധിയില്ലായ്മ മനസ്സിലായത്. ഇന്ന് നമുക്ക് ശുദ്ധിയില്ലായ്മ, നമ്മുടെ കുഴപ്പം മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അർത്ഥം ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് ഇതുവരെ കിട്ടിയില്ലെന്നാണ് എൻ്റെ അർത്ഥം. ക്രിസ്തു പരിജ്ഞാനം ഇതുവരെ കിട്ടിയില്ലാത്തത് കൊണ്ടാണ് നീ പാപജീവിതത്തിൽ ഇന്നും നയിക്കപ്പെടുന്നത്. ആരും അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, പപ്പ അറിഞ്ഞില്ല, മമ്മി അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ലെന്നും പറഞ്ഞ് അങ്ങനെ പാപത്തിൽ തന്നെ തുടരുന്നതിൻ്റെ കാരണം ഇതുവരെ ദൈവ പരിജ്ഞാനം കിട്ടിയിട്ടില്ല. ദൈവ പരിജ്ഞാനം കിട്ടുന്നവൻ ആദ്യം കിട്ടുന്നത് ഞാൻ പാപിയാണെന്നുള്ള ബോധ്യമാണ്. മനസ്സിലായോ? ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. 3-ാം അധ്യായത്തിൽ ദൈവാവബോധമാണ്. ഉണ്ടോ? 3-ാം അധ്യായത്തിൽ എന്താണ്? ദൈവാവബോധം. 3-ാം അധ്യായമല്ല, 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവാവബോധമാണ്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ സ്വയാവബോധമാണ്. അതാണ് ഭാവാവബോധം. അവൻ പറയുക, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യത്തിന് ന്യായമായി നിങ്ങൾ മറുപടി പറയണം. 1-ാം അധ്യായത്തിൽ താങ്കൾ പ്രവചിച്ചില്ലേ? 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായത്തിൽ പ്രവചിച്ചല്ലോ. ആ പ്രവചനത്തിന് ഉപയോഗിച്ച നാക്ക് ഏതായിരുന്നു? ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ. ദൈവത്തെക്കുറിച്ചുള്ള അവബോധം അകത്ത് കിട്ടിയപ്പോഴാണ് നാവ് മാനസാന്തരപ്പെടുന്നത്. മാനസാന്തരത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാകുന്നുണ്ടോ? ദൈവാവബോധം കിട്ടുന്നവനാണ് പാപാവബോധം ഉണ്ടാകുന്നത്. പാപാവബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ചിലതിനോട് തൻ്റെ അടുത്തോടെ നോ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞതിനോട് യെസ് യെസ് യെസ്, പോരട്ടെ 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 അങ്ങനെ പറയുക. പക്ഷേ ദൈവാവബോധം വേണം. ദൈവാവബോധമുള്ളപ്പോൾ ചിലതിനോട് വേണ്ട, നോ, എനിക്കതിൽ പറ്റില്ല, എനിക്കത് കഴിക്കാൻ പറ്റില്ല, എനിക്കത് ഉടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ആ വിധമായ സംഗതികളോട് ഏകീഭവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഗെറ്റ് ടുഗദറിൽ വരാൻ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റണമെങ്കിൽ ദൈവം ആരാണെന്ന് അവബോധം കിട്ടിയേ പറ്റൂ. അതാണ് സുവിശേഷം നൽകുന്നത്. അതാ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആധികാരികത. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തു കിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തുന്ന നിരവധി വിശ്വാസികളുണ്ട്. ഞാൻ തുറന്നു പറയാം, അവസരം എത്ര അനുകൂലമായി നിൻ്റെ മുമ്പിൽ വന്നാലും അരുതരുതാത്തതിനു വേണ്ടി കൈനീട്ടാതെ, അരുതരുതാത്തതിനോട് ഏകീഭവിക്കാതെ, മുട്ടാതെ, തട്ടാതെ, ഉരുമാതെ, ഒരയാതെ, ചായാതെ വിശുദ്ധിക്ക് വേണ്ടി ശരീരത്തെ നിലനിർത്താൻ കഴിയുന്നവനെ ദൈവത്തിന് വേണ്ടുന്നത്. അവനാണ് സുവിശേഷത്തിൻ്റെ വക്താവ്, അവനാണ് സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? പ്രൈസ് ആൻഡ് വർഷിപ്പ് ഗംഭീരമാക്കുകയും അത് കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഇടവഴിയിലൂടെ ആരെ കാണുന്നു, ആരുടെ കൂടെ പോകുന്നു, ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, വാട്സപ്പിൽ എന്താണ്, യൂട്യൂബിൽ എന്താ, ഫേസ്ബുക്കിൽ എന്താ അന്വേഷിക്കുന്നേ, അടച്ചിട്ട മുറിയിൽ നീ എങ്ങനെയാണ്, ആകപ്പാടെയുള്ള പ്രകൃതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. പക്ഷേ ദൈവാവബോധമുള്ളവന് ഏകീഭവിക്കാൻ പറ്റത്തില്ല ഈ ചിന്തകളോട്. അതാണ് അതിൻ്റെ വസ്തുത. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ 3-ാം വാക്യത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇത്രകാലം ശുശ്രൂഷ ചെയ്തതുമെല്ലാം ശുദ്ധിയില്ലാത്ത അതരങ്ങളോടെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി ചിന്തിക്കണം, നാം ഒരു ശുദ്ധീകരണത്തിലേക്ക് വന്നേ പറ്റൂ. സുവിശേഷം നൽകുന്നത് പാപാവബോധമാണ്. ദൈവമക്കൾ ഒത്തിരി പേരുണ്ടല്ലോ, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ചില ചിന്തകൾ തരാം, ശ്രദ്ധിച്ചു കേട്ടെ. പാപം എന്ന പ്രയോഗം വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി 4:7 പാപം എന്ന പദം ആദ്യം കാണുന്നത് ഉൽപ്പത്തി 4:7. ഏറ്റവും അവസാനം കാണുന്നത് വെളിപ്പാട് പുസ്തകം 18:5 വാക്യമാണ്. അപ്പോൾ ഉൽപ്പത്തി 4:7 മുതൽ വെളിപ്പാട് 18:5 വരെ 570 തവണയാണ് പാപം 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 എന്ന പദം ആവർത്തിക്കപ്പെടുന്നത്. 570 തവണ. അതിൽ ഏറ്റവും കൂടുതൽ പാപം എന്ന പദം ഉപയോഗിക്കുന്ന റോമാലേഖനകാരനാണ്. 55 പ്രാവശ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് പാപം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ള ഒരു പുസ്തകം ലേവ്യ പുസ്തകമാണ്. യാഗം നടത്തി ദൈവത്തോട് അടുക്കുക, വിശുദ്ധ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നടക്കുക എന്ന പ്രമേയമുള്ള ലേവ്യ പുസ്തകമാണ്. പാപം എന്ന പദം റോമാലേഖനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക 32 പ്രാവശ്യമാണ്. അത്ഭുതം തോന്നുന്നൊരു കണക്ക് ഞാൻ പറയാം.
1 യോഹന്നാന്റെ ലേഖനമുണ്ടല്ലോ, അതിന് 5 അധ്യായമേ ഉള്ളൂ. അതിനകത്ത് 27 പ്രാവശ്യം പാപമെന്ന പദമുണ്ട്. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? പാപത്തോട് ചെറുത്തു നിന്ന് വിശുദ്ധ ജീവിതം നേടുന്നവന് മാത്രമേ അവൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാൻ പറ്റുള്ളൂ. പാപാവബോധം അകത്തുണ്ടായേ പറ്റൂ. ഈ 570 തവണ പാപമെന്ന പ്രയോഗം ആവർത്തിക്കപ്പെടുമ്പോൾ അതിനകത്ത് കനത്ത ഒരു വാക്യമുണ്ട്. സ്കട്ട് മിസൈൽ പോലെ നമ്മുടെ നെഞ്ചകത്തിൽ വന്ന് പതിക്കുന്ന, ഉന്നം പിഴയ്ക്കാതെ പതിക്കുന്ന ഒരു വാക്യം. കുഞ്ഞുങ്ങൾ ആരും മറന്നു പോകരുത്. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. 4-ാം സങ്കീർത്തനം 4-ാം വാക്യം മറന്നു പോകരുത്. 4-ാം സങ്കീർത്തനം 4-ൽ പറയുന്ന നടുങ്ങണം, പാപത്തിന് മുമ്പിൽ ചെയ്യരുത്, പാപത്തോട് ചെറുത്ത് നിൽക്കണം പ്രാണത്യാഗത്തോളം. ഓടിച്ചു പറയാം, എന്താണ് പാപം? വാട്ട് ഈസ് സിൻ? സുവിശേഷം നൽകുന്നത് പാപാവബോധമാണ്. മാനസാന്തരപ്പെടേണ്ടതിൽ നിന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി പറയുക. മാനസാന്തരത്തിൻ്റെ പ്രസംഗം റജിപ്പാസയുടെ സൂപ്പറായിരുന്നു എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് കാര്യമില്ല. മാനസാന്തരപ്പെടണം നമ്മൾ. നീ മാനസാന്തരപ്പെടാൻ ഞാൻ വരും. അത് പറയുന്നത് നാട്ടുകാരോടല്ല, സഭയോടെ പറയുക. ദൈവസഭയോടെ പറയുന്നത് നീ മാനസാന്തരപ്പെടണം. അങ്ങനെയാണെങ്കിൽ പാപം എന്താണെന്ന് അറിയാതെ മാനസാന്തരപ്പെടാൻ പറ്റില്ല. പാപം എന്താണെന്ന് വിശദീകരണം തരികയാണ് ഈ 2-ാം രാത്രിയിൽ. ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്ന്, എന്താ പാപം? നമ്മളോട് പാപം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് കൊലപാതകം, മോഷണം, പിടിച്ചുപറി, അതെല്ലാം കൂടി ചേർന്നാണ് പാപം എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് പാപം അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനെ വചന പഠന അനുസൃതമായിട്ട് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന് വേണ്ടി പറയാം. പാപം എന്നുള്ളതിന്, എന്താണ് പാപം എന്നതിന് 3 വിശകലനം തരാം. 3 വാക്യം കൂടെ തരാം. കുറിച്ചുകൊണ്ട് പോകണം, പഠിക്കണം അതിൻ്റെ ആഴങ്ങൾ. ഒന്ന്, പാപം എന്നാൽ എന്താ? സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നിങ്ങളുടെ മൗനം എന്നെ ആകപ്പാടെ കുഴപ്പിക്കുന്നു. സമ്മതിക്കുന്നു എന്നുള്ളതാണോ അതോ സമ്മതിക്കുന്നില്ലെന്നുള്ളതാണോ? നാം സുവിശേഷത്താൽ അറിഞ്ഞ സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം പാപമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ഒരു ദൈവം കള്ളിഷ്ടപ്പെടുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം കഞ്ചാവ് ഇഷ്ടപ്പെടുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം രക്താർപ്പണം ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം വിശുദ്ധിയിൽ ശ്രേഷ്ഠനാണെന്ന്. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം പാപമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ആകമാനം പഠിക്കണം. ഈ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവവുമായിട്ട് എൻ്റെ പ്രവൃത്തികൾ പൊരുത്തപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടേ പറ്റൂ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയുണ്ടോ, വാക്കുണ്ടോ, ചിന്തയുണ്ടോ, ഇടപാടുണ്ടോ, കഴിപ്പുണ്ടോ, കുടിപ്പുണ്ടോ, പോക്കുണ്ടോ, വരവുണ്ടോ, പോക്കുവരത്തുണ്ടോ എങ്കിൽ അത് പാപമാണ്. സമ്മതിക്കുന്നുണ്ടോ? പാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താ മൗനമാണ്. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ. ആനപ്പാറ മാത്രമല്ല, സകല പാറയിലും ഇത് തന്നെയാണ്. ഗോലിയാത്തും ദാവീദിനും ഒക്കെ കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് പാപം എന്ന വിഷയത്തിന് കിട്ടത്തില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് നിങ്ങളുടെ ഈ മൗനം. ചിന്തിക്കുകയായിരിക്കും, ധ്യാനിക്കുകയായിരിക്കും, അത് കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വല്ലതും ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ധ്യാനം നല്ലതാണ്. ഇനി 2-ാമത്തെ ചിന്ത കേട്ടോണം. എന്താണ് പാപം? വാട്ട് ഈസ് സിൻ എന്ന് ചോദിച്ചാൽ 2-ാമത്തേത് ദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. ദൈവത്തിൻ്റെ സനാതന വചനം. സനാതന വചനം എന്ന് പറയാൻ കാരണം ഭേദഗതി ഇല്ലാത്ത വചനം. ഭേദഗതി വേണ്ട, മാറ്റമില്ല, വെട്ടിക്കേറ്റേണ്ടതില്ല, വെട്ടി മാറ്റേണ്ടതില്ല. ആസിറ്റീസ് അങ്ങനെ തന്നെ. യഥാവാനാണ് ദൈവം എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വചനവും സ്ഥായിയായി നിലകൊള്ളുന്നതാണ്. അല്ല, ആദ്യത്തെ ചിന്തയ്ക്ക് വാക്യം തന്നില്ലല്ലോ. 3-നും വാക്യം തരാമെന്ന് ഞാനല്ലേ പറഞ്ഞത്. ലേവ്യ പുസ്തകം 19:2 പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും ആരാകണം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേർച്ചയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങളെ ദാമ്പത്യത്തിലുണ്ടോ? മോനെ സാമ്പത്തികത്തിലുണ്ടോ? സാമൂഹിക ജീവിതത്തിലുണ്ടോ? സഭാ ജീവിതത്തിലുണ്ടോ? വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വഴിത്താരകളിലുണ്ടോ ദൈവത്തിൻ്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടാത്തത്? എങ്കിൽ അത് പാപമാണ്. ലേവ്യ 19:2 വാക്യം. തീർന്നില്ല. അടുത്ത് പറഞ്ഞത് ഏതാ? ദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായത് പാപമാണ്. വാക്യം കേൾക്കണോ? ലേവ്യ 22:9 വാക്യം. ലേവ്യ 22:9 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ എൻ്റെ പ്രമാണത്തെ നിസാരമാക്കി തങ്ങളിൽ പാപം വരുത്താതിരിക്കേണ്ടതിന്. അപ്പോൾ വചനം നിസാരമാക്കുന്നവൻ്റെ മേൽ എന്തോ വരും? കേൾക്കുന്നുണ്ടോ എല്ലാവരും? വചനം നിസാരമാക്കുന്നവൻ്റെ മേൽ പാപമുണ്ടാകും. അപ്പം പാപം വണ്ടി കയറി വരേണ്ട ഒന്നുമില്ല. പാപം നമ്മിൽ തന്നെ വസിക്കുന്നുണ്ട്. അറിയാമോ? എപ്പോഴാണോ നമ്മൾ വചനത്തെ മറക്കുന്നത്, വചനത്തെ നിസാരമാക്കുന്നത്, പഠിച്ച വചനത്തെ അതൊന്നും സാരമില്ലെന്നേ, അതൊക്കെ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സംഗതി ഓക്കെ ആകുമെന്ന് നീ നിസാരവൽക്കരിച്ചാൽ നിന്നിലേക്ക് പാപം കയറുകയാണ്, എരമ്പി ആർക്കുകയാണ്. ആ വാക്യം മറക്കരുത്. 22:9 വായിപ്പിക്കുന്നില്ലാത്തത് കൊണ്ട് അവഗണിക്കരുത്. വാക്യം പരിഗണിച്ചോണം, കുറിച്ചോണ്ട് പോകണം, നെഞ്ചിൽ കരുതണം.
റോമാലേഖനം 7-ാം അധ്യായം പാപപരിജ്ഞാനത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യട്ടെ. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, 7:5. പാപം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു. ആനപ്പാറയിലുള്ളവർക്ക് വേണ്ടി പാപം അങ്ങ് തിരുവനന്തപുരത്തുനിന്ന് വണ്ടി കയറി വരേണ്ട കാര്യമില്ല. പാപം നമ്മുടെ അവയവങ്ങൾ തന്നെ ഉണ്ട് ഓൾറെഡി. അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപം. 7:5-ാം വാക്യം. അടുത്ത 7:20-ാം വാക്യം നോക്കണം. 7:20. പാപം നമ്മിൽ അധിവസിക്കുന്നു. പാപത്തിൻ്റെ അധിവാസം. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പോൾ പാപം നമ്മിൽ വസിക്കുന്നു. 7:11-ാമത് വാക്യം. പാപം അവസരം കിട്ടിയിട്ട് എന്നെ കൊല്ലുകയും എന്നെ ചതിക്കുകയും എന്നെ കൊല്ലുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ ക്രൂരതയാണത്. അപ്പോൾ 7-ാം അധ്യായം മുഴുവനും പാപത്തോട് പോരാടി നിൽക്കാൻ വേണ്ടി നമ്മെ പ്രബുദ്ധരാക്കുകയാണ്. മരണപര്യന്തം ഈ പോരാട്ടത്തിൽ നമ്മൾ തോറ്റുപോകാതെ നിൽക്കാൻ കഴിയണം. അപ്പം ആരാണ് പാപികൾ എന്ന് ചോദിച്ചാൽ വചനത്തെ നിസ്സാരമാക്കുന്നവരാണ് പാപം ചെയ്യുന്നവർ. അതുകൊണ്ട് വചനത്തെ നിസ്സാരമാക്കുന്നില്ല നീ മഹായോഗത്തിൽ ഉറപ്പുവരുത്തി പോകാവൂ. അവസരത്തിൻ്റെ ആനുകൂല്യം കിട്ടുമ്പോൾ വചനത്തെ മറന്നു പോകാതെ. കുഞ്ഞുങ്ങൾ ഓരോ ഞായറാഴ്ചകളും മനപ്പാഠവാക്യം പഠിക്കുന്നില്ലേ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട വാക്യം ഏതെങ്കിലുമല്ല, അവരുടെ ധാർമ്മിക ബോധ്യം അവർക്ക് കൊടുക്കത്തക്ക നിലയിൽ ഒരാഴ്ചത്തേക്ക് കാണാതെ പറയാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ വഴിവിളക്കായ വാക്യങ്ങൾ അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. മമ്മിമാർ സഹായിക്കണം, അതിന് പപ്പമാർ സഹായിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് വാക്യങ്ങൾ പറയിപ്പിക്കണം. ആ വാക്യങ്ങൾ അവർക്ക് വെളിച്ചമായിരിക്കണം. ആ വചനത്തോട് അവർ നിസാരത്വം പുലർത്തിയാൽ അവരിലേക്ക് പാപം വന്നു കയറും. അത് മുതിർന്നവരും അങ്ങനെ തന്നെ. അപ്പോൾ പാപം എന്നാൽ എന്താ? വചനത്തെ നിസാരമാക്കിയാൽ, അതായത് ദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 3-ാമത്തെ ചിന്ത കേട്ടോണം. എന്താണ് പാപം? ദൈവമക്കളെല്ലാവരും കേട്ടോണം. സത്യസഭ സംസ്കാരത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. സഭാ സംസ്കാരത്തിന് വിരുദ്ധമായത് കുറിക്കുന്നുണ്ടോ? മനസ്സിലെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇത് സഭയുടെ സംസ്കാരം. സഭയ്ക്കൊരു സംസ്കാരമുണ്ട്. സഭയുടെ സംസ്കാരം എന്തോ എന്ന് പറ. സഭയുടെ സംസ്കാരം എന്താ? പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം തരാം. സംസ്കാരം എന്ന പദം തന്നെയുള്ളൊരു ഒരു വാക്യമുണ്ട്. പുതിയ നിയമത്തിൽ സംസ്കാരം എന്ന പദമില്ല, അതിന് തത്തുല്യമായൊരു പദമുണ്ട്. 2 വാക്യങ്ങൾ തരാം. പഴയ നിയമത്തിൽ വാക്യം കേൾക്കണേ. അത് ലേവ്യപുസ്തകം 21:12. ലേവ്യപുസ്തകം 21:12 വാക്യം. അവൻ യഹോവയുടെ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു പോകരുത്, യഹോവയുടെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കരുത്, യഹോവയുടെ വിശുദ്ധ തൈലമായ അഭിഷേകത്തിൻ്റെ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവസഭയിലുള്ള മുഴുവൻ ആളുകളുടെ മേലും എന്തോ ഉണ്ട്? കമോൺ, അഭിഷേക തൈലത്തിൻ്റെ സംസ്കാരമുണ്ട്. അപ്പോൾ സഭയുടെ സംസ്കാരം എന്തുവാ? അഭിഷേക സംസ്കാരമാണ്. എത്ര പേര് ആ സംസ്കാരം സൂക്ഷിക്കുന്നുണ്ട്? പാട്ട് പാടുമ്പോൾ അന്യഭാഷ പറയാൻ മാത്രം പോരാ, കവലയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഈ സംസ്കാരത്തോടെ തന്നെ പോകണം. പണിയിടങ്ങളിലും ഈ അഭിഷേകത്തിൻ്റെ സംസ്കാരം സൂക്ഷിക്കണം. മോനെ, നീ കോളേജിലായാലും സ്കൂളിലായാലും ഈ അഭിഷേക സംസ്കാരത്തിൽ നിൽക്കണം. ബിസിനസ് ചെയ്യുമ്പോഴും അഭിഷേക സംസ്കാരത്തോടെ, യാത്ര ചെയ്യുമ്പോഴും അഭിഷേക സംസ്കാരത്തോടെ നിൽക്കണം. അഭിഷേകം ഒരു വേറിട്ട സംസ്കാരമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? മലയാള ബൈബിളിൽ അഭിഷേക സംസ്കാരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ ഒന്നുകൂടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ദ ക്രൗൺ ഓഫ് അനോയിൻമെൻറ്റ്. ദ ക്രൗൺ. ക്രൗണിൻ്റെ ഇംഗ്ലീഷ് പദം ക്രൗണിൻ്റെ മലയാളം എന്തോ എന്ന് പറ. കുഞ്ഞുങ്ങൾ പറ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ? കിരീടമാണ്. കിരീടം ഉണ്ടോ? അപ്പം നമ്മളെ എന്തോ ധരിപ്പിച്ചിരിക്കുന്നു? എത്ര പേർക്ക് ബോധ്യമുണ്ട് കിരീടം ഉണ്ടെന്ന്? കിരീടം ഉണ്ടെന്ന് ബോധ്യമുള്ളവരാ കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. കിരീടം നമുക്ക് പരസ്പരം കൊണ്ടിങ്ങനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ കർത്താവ് നമ്മളെ കിരീടം ധരിപ്പിച്ചിട്ടുണ്ട്. അത് അഭിമാനത്തിൻ്റെ, അന്തസ്സിൻ്റെ, ആഭിജാത്യത്തിൻ്റെ, ആത്മീയത, ഉന്നതിയുടെ ഒരു അടയാളമായി കിരീടം നമ്മുടെ മേലുണ്ടെന്ന്. കിരീടമാർക്കാ ഉള്ളത്? കിരീടമാർക്കാ ഉള്ളത്? രാജാവിനും രാജ്ഞിക്കും ആ കിരീടമുള്ളത്. അറിയാമോ? രാജാവിനും രാജ്ഞിക്കുമുള്ളത് ആ കിരീടം. ആ കിരീടം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ പിന്നെയും വരിക. പത്രോസ് പറയുക, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. രാജാവാണെങ്കിൽ കിരീടം ഉണ്ടെന്ന്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ഒടിഞ്ഞു വളഞ്ഞ് ചതഞ്ഞെന്ന് പറഞ്ഞ് നടക്കരുത്. നീ കിരീടം ധരിച്ച ദൈവവൈതലാണെന്ന്. ആ അഭിമാനം സൂക്ഷിക്കാൻ പറ്റണം. പിശാചെന്നൊക്കെ കേൾക്കുമ്പോൾ കാല് തമ്മിൽ കൂട്ടായ്മയായി പോകരുത്. മന്ത്രവാദി എന്നൊക്കെ കേൾക്കുമ്പോൾ, തച്ചിന് കുത്തിയിരുന്ന മന്ത്രവാദി നമ്മളെ ഇത്ര ദിവസത്തിനകത്ത് പറപ്പിക്കുമെന്നൊക്കെ കേൾക്കുമ്പോഴേ ബോധം കെട്ട് തറയിൽ പോകരുത്. നീ കിരീടം ധരിച്ച അഭിഷേക ശക്തിയുള്ള വ്യക്തിയാണ്. മനസ്സിലായോ? മന്ത്രവാദിയോട് പറഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ മേൽ അധികാരമുള്ളൊരു ശക്തി എൻ്റെ അകത്തുണ്ട്. നിന്നിലുള്ളവനേക്കാൾ വലിയവനായി എൻ്റെ അകത്തുള്ളവൻ. ഞാൻ പ്രാപിച്ചിട്ടുള്ള അഭിഷേകത്തിൻ്റെ ശക്തി നീ ഊഹിക്കുന്നത് പോലെ അല്ലെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഈ അഭിഷേക കിരീടം തലയിലുള്ളവർക്ക് ഉണ്ടാകണം. മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്. ആരാണ്ട് ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴേ ബോധം കെട്ട് പോകരുതെന്ന് തൻ്റെ ഇടത്തോടെ നിൽക്കണം. ആത്മാവിൻ്റെ ബലത്തോടെ നിൽക്കണം. പാട്ടുപാടാൻ മാത്രമല്ല ഈ ശക്തി, ദുഷ്ടപിശാചിൻ്റെ തന്ത്രങ്ങളോട് ഗെറ്റ് ഔട്ട് എന്ന് പറയാനും കൂടെയായി ഈ ശക്തി. അത് ഉപയോഗിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യെസ്, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം നിങ്ങളോട് പറയാം.
അഭിഷേകത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അകത്ത് പ്രാപിച്ചിട്ടുള്ളത് എന്തിനാണെന്നറിയാമോ? പ്രതിയോഗിയായ പിശാചിനോട് ഈ ലോകത്തിൻ്റെ ദൈവത്തോട് പോരാടാൻ കൂടെയാണ്. തമ്പേറിൻ്റെ തോല് കളയാൻ വേണ്ടി മാത്രമല്ല, ഈ ഇൻസ്ട്രുമെൻസിനെ കാര്യമായി മർദ്ദിക്കാൻ വേണ്ടി മാത്രമല്ല, രണ്ട് കൈകളും കൂടെ കൂട്ടിത്തല്ലാൻ വേണ്ടി മാത്രമല്ല ഈ ശക്തി തന്നിട്ടുള്ളത്. നമുക്കെതിരെ ഉയർന്നു വരുന്ന പിശാചിനോട് യേശുവിന്റെ നാമത്തിൽ അടങ്ങെന്ന് പറയാൻ, നിന്റെ തന്ത്രം എടുത്തുകൊണ്ട് ഇറങ്ങെന്ന് പറയാൻ, നിനക്കിവിടെ എന്താ അവകാശമെന്ന് ചോദിക്കാൻ, ഇറങ്ങൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന്, ഇറങ്ങൻ്റെ വീട്ടിനകത്തുനിന്ന്, എൻ്റെ പറമ്പിൽ നിന്ന് ഇറങ്ങ്, എൻ്റെ ശുശ്രൂഷയുടെ തട്ടകത്തിൽ നിന്ന് ഇറങ്ങ്. നീ എവിടെ നിന്ന് ആവാഹിക്ക് വിട്ടതായാലും അങ്ങോട്ട് തന്നെ പുറപ്പെട്ടോ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പറയാനുള്ള അധികാരം ആ അഭിഷേകത്തിന് ശക്തിക്കകത്തുണ്ട്. അതുണ്ടെന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ ആരാധിച്ചു. വെറുതെ കൈയടിക്കണ്ട, അഭിഷേകത്തിന്റെ നിറവോടെ ആരാധിക്ക്. ഈ ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചില വിടുതലുകൾ നീ കാണാനിടയാകും. നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ ചില വിടുതലുകൾ ഉണ്ടാകും. മുൻപോട്ട് വിടത്തിൽ നിന്ന് വാദിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി അസ്തമിക്കുകയാ. യെസ്, ഹല്ലേലൂയ. ഇനി നീ പ്രസംഗിക്കത്തില്ല, ഇനി നീ സാക്ഷി പറയത്തില്ല, ഇനി നീ പ്രവചിക്കത്തില്ല, ഇനി നീ കാഴ്ചപ്പാട് കാണത്തില്ല എന്നൊക്കെ വാദമുന്നയിക്കുന്ന ദൂഷ്ടപ്പിശാചിനോട് പറ, എന്നെ അഭിഷേകം ചെയ്തത് എൻ്റെ കർത്താവാ, എനിക്ക് അധികാരം തന്നത്, അഭിഷേകത്തിന്റെ കിരീടം എന്നെ ധരിപ്പിച്ചിരിക്കുന്ന എൻ്റെ കർത്താവാ. ബോധ്യമുണ്ട് എനിക്കത്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ചാലഞ്ച് ചെയ്യണം. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ കിരീടം. ഒന്നുകൂടി പറയാം, അഭിഷേകത്തിൻ്റെ കിരീടം ധരിച്ചവൻ അന്തസ്സ് സൂക്ഷിച്ചേ പറ്റൂ. നാട്ടിലൂടെ ആ അഭിമാനത്തോടെ നടക്കണം. ആരുടെ ഔദാര്യത്തിന് വേണ്ടി കൈ നീട്ടി നടക്കരുത്. രാജാവ് കൈ നീട്ടി നടക്കുമോ? കണ്ടിട്ടുണ്ടോ? രാജാവ് ആരുടെ ഔദാര്യത്തിന് വേണ്ടി ഒന്നും നിൽക്കത്തില്ല. രാജാവിന് ആ പദവിയും ആ പ്രത്യേകതയുണ്ട്. അന്തസ്സ് സൂക്ഷിച്ചോണോ അഭിഷേകം പ്രാപിച്ച ദൈവവൈദ്യർ ഓരോന്ന്. തല കിരീടം വെച്ച ഒരു രാജാവിനെ ഒരു പന്ന ടീഷർട്ട് ഒരു പന്ന കയ്യിൽ കൊടുത്തോണ്ട് ഏതെങ്കിലും തട്ടുകട കാണിച്ചു തരാമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു പന്ന ടീഷർട്ട് ഇട്ടൊരു പന്ന കയ്യിൽ കൊടുത്തൊരു തട്ടുകട, ചേട്ടാ ഒരു സ്ട്രോങ് ചായ എന്നും പറഞ്ഞു രാജാവിനെ നിങ്ങൾ ഏതെങ്കിലും തട്ടുകടയിലെ ബെഞ്ചെ കാണിച്ചു തരാമോ? നമ്മുടെ രാജാക്കന്മാരെ എല്ലാം കാണിക്കാൻ പറ്റും അവിടെ. രാജ്ഞിയുടെ തല കിരീടം ഉണ്ടല്ലേ, അറിയാമോ? ആൻറ്റിമാർ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? രാജ്ഞിയുടെ തലയിൽ എന്തോ ഉണ്ട്? കിരീടമുണ്ട്. ഒരു പന്ന നൈറ്റി ഇട്ടിട്ട് തോർത്ത് പോലും തോളത്തിടാതെ, ചേച്ചിയെ എന്തോ ഉണ്ട് വിശേഷമെന്ന് പറഞ്ഞ് വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുന്ന രാജ്ഞിയെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? നമ്മുടെ അഭിഷേകം പ്രാപിച്ച രാജ്ഞിമാരെല്ലാം അയലോക്കം വഴിയാണ് ഇങ്ങനെ പോകുന്നത്. വീട്ടിൽ ഇരിക്കുന്ന ശീലമില്ലാത്ത രാജ്ഞിമാരുണ്ട്. ദൈവസഭയ്ക്ക് നീ ഭൂഷണമല്ലെന്ന് പഠിക്കേ. ദൈവസഭയുടെ അന്തസ്സെങ്ങും കൊണ്ട് കളഞ്ഞു കുളിക്കരുത്. നിന്റെ ഉടയിലും നാട്ടയിലും നിന്റെ പോക്കിലും നിന്റെ വരവിലും നിന്റെ കാഴ്ചപ്പാടിലും എല്ലാം ഈ അഭിഷേകത്തിൻ്റെ കിരീടത്തിൻ്റെ തിളക്കമുണ്ടാകണം. സ്തോത്രം. സഭയ്ക്ക് സാക്ഷ്യമായി നിലകൊണ്ടോണം. അത് ഏറ്റവും പ്രധാനമാണ്. അപ്പം സഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായത് കാട്ടം വീടി വലിക്കാനും കാളു കുടിക്കാനും കൂട്ടുകാരൊത്ത് അവിടെ ഇവിടെയും അങ്ങനെ ഇങ്ങനെ പോകാനൊന്നും അഭിഷേകത്തിൻ്റെ കിരീടമുള്ളവനെ കിട്ടരുത്. വിളിക്കും കൂട്ടുകാർ, നോ താങ്ക്സ്, എനിക്കങ്ങനെ വന്നുകൂടാ. അതെന്താ? ഞങ്ങളുടെ ഈ അഭിഷേക സംസ്കാരവുമായിട്ട് അത് പൊരുത്തപ്പെടുന്ന ഇടപാടല്ല, വരത്തില്ല. എന്നെ കിട്ടത്തില്ല. നമ്മളെ വിളിക്കും ആളുകൾ, കാരണം നമ്മളെ കിട്ടുമെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ കൂടെ കൂടെ വിളിക്കുന്ന അറിയാമോ, നീ ചെല്ലുമെന്നറിയാം. അയ്യോ ഇന്ന് ഞായറാഴ്ച അല്ല ഉള്ള ഒരു ഒഴിവ് ദിവസം, അവരെല്ലാം കൂടെ ആരാധിക്കട്ടെ, ഭാര്യയും പിള്ളേരൊക്കെ പോയില്ലേ, നിങ്ങളിങ്ങോട്ട് വാന്നേ എന്ന് വിളിക്കുമ്പം വിളിക്കാനിരിക്കുക ഒന്നുകൂടെ നിർബന്ധിച്ചാൽ നമ്മളങ്ങ് പോകും. അതിൻ്റെ കാരണം നിൻ്റെ മേലുള്ള ഈ അഭിഷേകത്തിൻ്റെ ആ ആധികാരികത നീ മറക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ 3 കാര്യം മറക്കരുത്. സത്യദൈവത്തിൻ്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടാത്തതെല്ലാം പാപമാണ്. സനാതന വചനത്തിന് വിരുദ്ധമായത് പാപമാണ്. അഭിഷേക സംസ്കാരം, അതായത് സഭയുടെ സംസ്കാരത്തിന് വിരോധമായതെല്ലാം എന്തുവാ? പാപമാണ്. കുഞ്ഞുങ്ങൾക്ക് ബോധ്യമായെങ്കിലും സ്തോത്രം ചെയ്ത് നമ്മുടെ തലമുറകളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവരുടെ ശരീരത്തിൽ ഉയർന്നു വരുന്ന വികാര വിക്ഷോഭങ്ങളുടെ മുമ്പിൽ അവർ അടിമപ്പെട്ടു പോകാതെ, പണയപ്പെട്ടു പോകാതെ, മമ്മിയുടെ പ്രാർത്ഥനാ ജീവിതം, പപ്പായുടെ വിശ്വാസ ജീവിതം, സഭയോടുള്ള കൂറ്, അത് ഒക്കെ തലമുറ അറിഞ്ഞ് നിങ്ങൾക്ക് പകരം ഇരിക്കുന്നവരാകണം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി വീറോടെ നിന്നൊരു പിതാവിന് പകരം തന്നെ പുത്രൻ കയറി വരണം. പ്രാർത്ഥിക്കുന്ന മമ്മിക്ക് പകരം നിങ്ങളുടെ മകൾ കയറി വരണം. ഏലിക്ക് കഴിയാതെ പോയത് പുത്രന്മാരെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞില്ല. ശമൂവേൽ വിദഗ്ധനായിരുന്നു. ന്യായാധിപനും പുരോഹിതനും, ന്യായാധിപൻ, മഹാപുരോഹിതൻ, പിന്നെ പ്രവാചകൻ. കണ്ടോ, പ്രവാചകത്വം, ന്യായാധിപ ശുശ്രൂഷ, പുരോഹിത ശുശ്രൂഷ, ഇതെല്ലാം കൂടെ ശുശ്രൂഷ ത്രയങ്ങളിൽ നിന്നവന് തലമുറയെ നേടാൻ പറ്റിയില്ല. നിൻ്റെ മക്കൾ നിൻ്റെ വഴിയിലല്ലെന്ന് നാട്ടുകാർ കേൾപ്പിക്കേണ്ടി വന്നു. ശമൂലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിൻ്റെ മക്കൾ നിൻ്റെ വഴിയിലല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവിനെ വേണം. നമ്മുടെ മക്കൾ ഏത് വഴിയിലാണെന്ന് ചിന്തിച്ച് നോക്കി.
നമുക്ക് പകരം നിൽക്കുമോ അവർ? ഈ വേദപുസ്തകം ഇപ്പോൾ എടുക്കുമ്പോൾ വിറച്ചു തുടങ്ങിയില്ലേ? എത്ര കാലം കൂടി ഇത് ശക്തിയോടെ ചുമക്കാൻ പറ്റും? തലമുറയിൽ ആരെങ്കിലും ഉണ്ടോ ഇത് ബാക്കിയെടുക്കാൻ? താങ്കളുടെ മരണശേഷം വീട്ടിൽ പുരാവസ്തുവായി പോകുമോ താങ്കളുടെ വിയർപ്പിൻ്റെ മണം പറ്റിയ പുസ്തകം? അങ്ങനെ ആയിപ്പോകരുത്. ചുമക്കാൻ ഒരുവനുണ്ടാകണം. സ്തോത്രം. 75-ലധികം വർഷങ്ങൾ വേദപുസ്തകം ചുമന്നൊരു സാധു ഉപദേശിയുടെ ഏകമകനാണ് ഞാൻ. എനിക്ക് അദ്ദേഹം തന്ന ഏറ്റവും വലിയ കുടുംബ സ്വത്ത് അദ്ദേഹം ചുമന്ന വേദപുസ്തകം തന്നെയാണ്. ഇത് ചുമന്നോണം, ഇതിൻ്റെ മാന്യത കാത്തോണം. ഇതിനകത്ത് ഉപദേശമല്ലാതെ വേറൊന്നും ചുമ്മാ പ്രസംഗിക്കരുത്. ഇതിൻ്റെ കാവലാളായിക്കോണമെന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് തന്നൊരു പിതാവ് ഇമ്പങ്ങളുടെ പർദീസയിൽ വിശ്രമിക്കുന്നു. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം തന്നെ. മൂത്തമോൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ എടുത്ത തീരുമാനമാണ്, പപ്പയുടെ വഴിയെ ഞാനും വരിക, എനിക്കൊരു പ്രഭാഷകനാകണം, എനിക്കൊരു സുവിശേഷ പ്രസംഗകനാകണം. ഞാനോ എൻ്റെ ഭാര്യയോ നിർബന്ധിച്ചില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ നേരെ ബൈബിൾ സെമിനാരിയിലേക്ക് പോയി BD കോഴ്സ് പൂർത്തിയാക്കി. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മഹത്വം പറയാനല്ല. തലമുറയെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ അഭിഷേകം അന്യം വന്നു പോകും. നമുക്ക് പകരക്കാരുണ്ടായേ പറ്റൂ. ഇതൊരു സെൻട്രൽ കൺവെൻഷൻ്റെയോ ജനറൽ കൺവെൻഷൻ്റെയോ ഒക്കെ പ്രതീതി ഉള്ളതുകൊണ്ട് അനവധി ദൈവദാസന്മാരൊക്കെ ഇതിനകത്തുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ദൂത് പറയുന്നത്. നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന് പകരക്കാരുണ്ടായേ പറ്റൂ. 3 വാക്യങ്ങൾ ഞാൻ തരട്ടെ. 3 വാക്യങ്ങൾ. 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. ദാവീദിന് പകരം ശലോമോനെ അഭിഷേകം ചെയ്തു. രാജത്വ അഭിഷേകത്തിന് പകരക്കാരുണ്ടായേ പറ്റൂ. ദാവീദിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ആ ഒരു പിന്തുടർച്ച അവൻ്റെ മകൻ്റെ മേൽ വ്യാപരിക്കുന്നു. അതാണ് ദാവീദിന് പകരം ശലോമോനെ അഭിഷേകം ചെയ്തു. ഇനി വേണോ വാക്യം? അഹരോന്റെ അഭിഷേകം കഴിയുന്ന നാളിൽ അവൻ്റെ മകനായ എലയാസരനെ അഭിഷേകം ചെയ്യണം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 20 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ 22 വരെ നിങ്ങൾ വായിച്ചു നോക്കി. ലേവ്യ 6-20 മുതൽ താഴേക്ക്. അഹരോന്റെ അഭിഷേകം കഴിയുന്ന നാൾ എന്ന് പറഞ്ഞ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവൻ്റെ മേൽ പകർന്ന അഭിഷേകം അന്യം വന്നു പോകരുത്. അത് അവൻ്റെ മകൻ്റെ മേൽ പകരണം. എലയാസറിൻ്റെ മേൽ അപ്പൻ ഇട്ടിരുന്ന കോട്ട്, അപ്പൻ ഇട്ടിരുന്ന കുപ്പായം, അപ്പൻ ചെയ്ത ശുശ്രൂഷ അപ്പന് പകരക്കാരനായി എലയാസർ ചെയ്യുകയാണ്. ഇനിയും കേൾക്കണോ വാക്യം? ഏലിയാവെന്ന് അനുഗ്രഹിത ശുശ്രൂഷകൻ, കുടുംബസ്ഥനല്ല. പക്ഷേ കുടുംബസ്ഥനല്ലാത്തത് കൊണ്ട് ഒരു മകൻ്റെ കയ്യിലേക്ക് ഇത് കൈമാറാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവമായ യഹോവ പറയുന്നു, നിൻ്റെ മേൽ പകർന്ന ഈ അഭിഷേകം നിനക്ക് പകരം ഏലീശായ്ക്ക് കൊടുക്കണം. അപ്പം പ്രവാചക ശുശ്രൂഷയുടെ പകരക്കാരുണ്ടാകണം. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പകരക്കാരുണ്ടാകണം. പ്രവചന ശുശ്രൂഷയ്ക്ക് പകരക്കാരുണ്ടാകണം. കുറേ നാൾ ശുശ്രൂഷിച്ച് നടന്നിട്ട് അവസാനം ഇവിടുന്ന് കയറിപ്പോകുമ്പം അത് പിന്തുടർന്ന് പോകാൻ ആരുമില്ലാതെ പോകരുത്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് പകരക്കാരെ രൂപപ്പെടുത്തിയിട്ടേ പോകാവൂ. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ചോരയിൽ അങ്ങനെ ആരുമില്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ നീ രൂപപ്പെടുത്തിക്കോണം. പൗലോസിന് സ്വന്തം മക്കളില്ലായിരുന്നു. പക്ഷേ നിജപുത്രന്മാർ തിമോത്തിയോസ്, തീത്തോസ്, തിഹിക്കോസ്, എപ്പഫ്രാദിത്തോസ്, എപ്പഫ്രാസ്, അക്കുല്ലാസ്, പ്രിസ്കില്ല, ത്രുഫൈന, ത്രുഫോസ്, ഫേബ. കണ്ടോ? അംബ്ലിയാത്തോസ്, ഉംബ്ലിയാത്തോസ്, ഉർബാനോസ്, സ്താക്കു എന്നൊക്കെ പറയുന്ന എത്ര എണ്ണമാണെന്നറിയാമോ? അവരെയൊക്കെ തട്ടിത്തലോടി തഴുകി തനിക്ക് പകരം പ്രഭാഷണ വേദിയിൽ, തനിക്ക് പകരം പ്രേക്ഷിത പ്രയാണ യാത്രയിൽ, തനിക്ക് പകരം എഴുത്തുപുരയിൽ ഇരുത്താൻ കുറേ ആളുകളെ, താൻ സ്ഥാപിച്ചതുപോലെ സഭ സ്ഥാപിക്കാൻ, താൻ വ്യാപിപ്പിച്ചതുപോലെ സഭ വ്യാപിപ്പിക്കാൻ കരുത്തുള്ള കുറേ ആളുകളെ രൂപപ്പെടുത്തിയിട്ടാണ് പൗലോസ് ഇവിടുന്ന് യാത്രയാവുന്നത്. നമുക്ക് ആരുണ്ട് നമുക്ക് പകരം? സ്വതന്ത്രം. ഒറ്റ കസേര ഉണ്ടാകാവൂ, അതിൽ ഞാനേ ഇരിക്കാവൂ. ഞാൻ ചത്ത് കഴിയുമ്പോൾ കസേരയുടെ കാലൊടിയണം. അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് പലരും. മനസ്സിലായോ? ഒരുത്തനും വളർത്തത്തില്ല, വേറെ ആരും വളർത്തത്തില്ല. മട്ടക്കവാത്തെന്ന് ഒറ്റ കൃപയേ ഉള്ളൂ, മുളച്ചു വരുന്നതിനെ കണ്ടിക്കുക. മട്ടക്കവാത്തെന്നൊക്കെ പറഞ്ഞാൽ അറിയോ? മണ്ട കണ്ടിക്കുന്ന ഇടപാടുണ്ടല്ലോ, കവാത്ത് ചെയ്യുക. ആരും കയറി വരാൻ പാടില്ല. പൗലോസ് അങ്ങനെ ആയിരുന്നില്ല. മനസ്സോട്ട് ഒരു സ്വതന്ത്രം പറ. ഇപ്പം സഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായതെല്ലാം എന്തുവാണെന്നാണ് പറഞ്ഞേ? അപ്പം ദൈവത്തിൻ്റെ സുവിശേഷം നൽകിത്തരുന്ന അവബോധങ്ങൾ ഇതൊക്കെയാണ്. ദൈവാവബോധം, പാപാവബോധം, അടുത്തത് രക്ഷാവബോധം. രക്ഷകൻ ഒന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യേശുവിൻ്റെ യോഗ്യതകൾ, രക്ഷാവബോധം സുവിശേഷം തരുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരൊറ്റ നാമം. നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. രക്ഷയ്ക്കും മോക്ഷത്തിനും മുക്തിക്കും വേണ്ടി താങ്കൾ നടന്ന് നീങ്ങണ്ട ഘാതങ്ങൾ നടക്കേണ്ടതില്ല. ഇന്ന് രാത്രി കേൾക്കുന്നതും ഇന്നലെ കേട്ടതും നാളെ ഇനി കേൾക്കാൻ താങ്കൾക്ക് ആയുസ് ദീർഘമാകുന്നുണ്ടെങ്കിൽ കേട്ടോണം. വരണം, എവിടെ കേട്ടേ പോകാവൂ.
ഈ ചിന്തകളിലൂടെ ഉയർത്തുന്ന ഒരൊറ്റ രക്ഷകനുണ്ട്. ആ രക്ഷകൻ മാത്രമേ താങ്കൾക്ക് രക്ഷ തരൂ. ഓപ്ഷൻ വേറെ ഇല്ലെന്ന് പഠിച്ചോണം. ഓപ്ഷൻ വേറെ ഇല്ല. ആനപ്പാറയിലോ വെള്ളറടയിലോ താങ്കൾ കയറി കഴിച്ച ഹോട്ടലിലെ ഭക്ഷണം സ്വാദിഷ്ടമല്ലെങ്കിൽ നാളെ അവിടെ കയറണ്ടെന്നേ, വേറെ ഹോട്ടലുണ്ട് ഇവിടെ. മനസ്സിലാകുന്നുണ്ടോ? എത്ര നല്ല ഹോട്ടലുകളുണ്ട്. സുരേഷ് പാസ്റ്ററൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. എൻ്റെ ടേസ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. സൂപ്പർ ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ഇനിയും ഒരിടത്ത് പോയി കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ വേറൊരിടത്തോട്ട് മാറാം. ഒരു തുണിക്കടയിൽ കയറി വാങ്ങിച്ച തുണി കളറിളകുന്നതോ ഒന്നുപയോഗിച്ചപ്പോൾ കൊള്ളാതെയോ ആയെങ്കിൽ ആ തുണിക്കടയിൽ കയറണ്ട, വേറെ തുണിക്കടയുണ്ട് ഇവിടെ. കുഞ്ഞിനെ പഠിപ്പിച്ച സ്കൂളിന് നിലവാരമില്ലെങ്കിൽ ഇനി ആ സ്കൂളിൽ വിടണ്ട, TC എടുത്ത് മാറ്റിക്കോ. പരീക്ഷ വരാൻ പോവുകയല്ലേ, അടുത്ത ക്ലാസ് സമയം മുതൽ വേറൊരു സ്കൂളിലേക്ക് മാറ്റിക്കോ. ഓപ്ഷനുണ്ട് ഇവിടെ, എല്ലാറ്റിനും ഓപ്ഷനുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സകലതിനും ഓപ്ഷനുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ വേറെ സാഹചര്യങ്ങളും വേറെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ രക്ഷയ്ക്ക് വേറെ ഓപ്ഷനില്ല. യേശുവല്ലാതെ വേറെ ഓപ്ഷനില്ലെന്ന് പഠിക്കണം. അത് ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയാനുള്ള സുവിശേഷമാണ്. യേശുവല്ലാതെ താങ്കളുടെ രക്ഷയ്ക്ക്, താങ്കളുടെ പ്രശ്നങ്ങൾക്ക്, താങ്കളുടെ ഭൂതബാധയ്ക്ക്, താങ്കളുടെ രോഗപ്രതിസന്ധികൾക്ക്, താങ്കൾ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾക്ക്, താങ്കൾ അനുഭവിക്കുന്ന കുടിപ്പകകൾക്ക്, താങ്കളുടെ അകത്ത് വ്യാപരിക്കപ്പെട്ടിരിക്കുന്ന സകലവിധമായ പാപവ്യാപാരങ്ങൾക്ക് യേശുവെന്ന രക്ഷകനല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, അത് അനുഭവമാക്കിയ ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കട്ടെ. ഇത് സുവിശേഷം നൽകുന്ന വലിയ മഹത്വരമായ ചിന്തയാണ്. ആമേൻ. രക്ഷാവബോധം സുവിശേഷമാണ് നൽകുന്നത്. അത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശുവല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പഠിക്കണം. ഓക്കെ, അടുത്തൊരെണ്ണം കൂടെ പറയാം. സഭാവബോധം. അത് സുവിശേഷം നൽകുന്നത്. സഭ അവബോധം. സുവിശേഷം നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു അവബോധമാണ് സഭാവബോധം എന്ന് പറഞ്ഞാൽ എന്താ? മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത് വാക്യം. ഞാൻ എൻ്റെ സഭയെ എന്തോ ചെയ്യുന്ന പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എഫെസ്യ ലേഖനം 3:3. ദൈവാത്മാവിനാൽ എനിക്ക് ഒരു അറിവ് വെളിവായി വന്നു. അത് സഭയെക്കുറിച്ചുള്ള അറിവാ. സഭയെക്കുറിച്ചുള്ള അറിവ് പൗലോസിന് വെളിവായി വന്നു എന്നാണ് പറയുക. അപ്പം മത്തായി 16:18 എഫെസ്യർ 3:3 കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ സഭ അവബോധമാണ്. ദൈവമക്കളെല്ലാം ശ്രദ്ധിച്ചോണം. ഞാൻ എൻ്റെ സഭയെ, അതിലെ ഞാൻ എന്ന് പറയുന്നത് സഭയുടെ മേലുള്ള കർത്താവിൻ്റെ പരമാധികാരമാണ്. ഞാൻ എൻ്റെ എന്ന് പറയുന്നത് സഭയുടെ മേലുള്ള കർത്താവിൻ്റെ ഉടമസ്ഥാവകാശമാണ്. നമ്മൾ ഞാൻ എന്നൊന്നും കയറി പറയരുത്. തല്ലുമായി ദൈവത്തിൽ നിന്ന് ഞാൻ എന്ന് പറയാൻ പരമാധികാരം വേണം. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എൻ്റെ സഭ, എൻ്റെ സംഘടന, എൻ്റെ ടീം, എൻ്റെ പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ എൻ്റെ ചേർത്ത് പറയാറുണ്ട്. അത് നമ്മൾ പണം മുടക്കിയത് കൊണ്ടാണ് എൻ്റെ നീ പറയുന്നത്. പക്ഷേ കർത്താവ് എൻ്റെ സഭ എന്ന് പറയുന്നത് പ്രാണൻ മുടക്കിയത് കൊണ്ടാണ്. കർത്താവാണ് ഇതിനകത്ത് പരമാധികാരി, കർത്താവാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ കർത്താവ് ഉടമസ്ഥനായിട്ടുള്ള മഹത്വപൂർണ്ണമായൊരു ജീവൽ ഘടകമാണ് ദൈവസഭ. മതമല്ല സഭ, ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല സഭ, ജനസംഘ ശക്തിയല്ല സഭ, ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രം കൂടി നിൽക്കുന്ന ഒരു ഏർപ്പാടല്ലെന്ന് സഭ. വിവിധ ജാതികളിൽ നിന്നും മതങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ ഐക്യമത്യമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അത് ബോധ്യമായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തു തലയായതും ആ തലയോട് യുക്തമായി ഏകീഭവിച്ച ശരീര വ്യവസ്ഥിതിയാണ് ദൈവത്തിൻ്റെ സഭ. അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് സഭയാകുന്നത്. മനസ്സിലായോ? ദൈവത്തിന് നിവാസമാകേണ്ടതിന് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ആത്മാവ് പണിയുന്നൊരു ജീവൽ ഘടകമാണ് ദൈവത്തിൻ്റെ സഭ. ക്രിസ്തുവിൽ മർമ്മമാണ് ദൈവസഭ. ക്രിസ്തുവിൽ പുതു മനുഷ്യനാണ് ദൈവസഭ. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി തന്നെത്താൻ നോക്കി പാർക്കുന്ന വിശുദ്ധ നിർമ്മല കന്യകയാണ് ദൈവസഭ. പോർക്കളമേടിൽ പുറകോട്ട് പോകാതെ കരുത്തോടെ നിൽക്കുന്ന ഒരു യോദ്ധാവാണ് ദൈവസഭ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എഫെസ്യ ലേഖനം ആകമാനം ദൈവസഭ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സുവിശേഷം നൽകുന്ന അവബോധം ഇതെല്ലാമാണ്. അപ്പോൾ സുവിശേഷം അനുസരിക്കുന്നവർക്ക് ഈ അവബോധം കിട്ടും, അവർ രക്ഷ പ്രാപിക്കും. സുവിശേഷം അനുസരിക്കാത്തവർക്ക് വരാൻ പോകുന്ന നാശം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചോണം. 1 തെസ്സലോനിക്കർ ലേഖനം 6-ാമത് വാക്യം, 2 തെസ്സലോനിക്കർ 6-ാം വാക്യം ശ്രദ്ധിച്ച് പഠിച്ചോണം. 2 തെസ്സലോനിക്കർ 6-ാമത് വാക്യം, 1-ാം അധ്യായം 6-ാം വാക്യം, 2 തെസ്സലോനിക്കർ 1-6 വാക്യം, 2 തെസ്സലോനിക്കർ 1-10 വാക്യം. ഈ 2 വാക്യങ്ങൾ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകുമെന്ന് വ്യക്തമാക്കിയിരിക്കുക. മോനെ വായിച്ച് 1-6 വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വായിക്കുന്നത് തെറ്റാണ്. 2 തെസ്സലോനിക്കർ ലേഖനം 1-ാം അധ്യായം 6-ാമത് വാക്യം പറയുന്നത് കർത്താവ് തന്റെ
ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ, കണ്ടോ, ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. ആനപ്പാറയിൽ ഇത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രസംഗം പൂർണ്ണമാകത്തില്ല. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ പ്രസംഗവും പൂർണ്ണമാകണമെങ്കിൽ ഈ വാക്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നേ പറ്റും. ദൈവം തൻ്റെ ശക്തി, കർത്താവ് തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി ഇറങ്ങി വരുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം, ബാക്കി പറ, അനുസരിക്കാത്തവർക്കും. അപ്പോൾ സുവിശേഷം എന്തോ ഇതേ പറ്റുള്ളൂ, അനുസരിച്ചേ പറ്റുള്ളൂ. അനുസരിക്കാത്തവർക്ക് എന്തോ കൊടുക്കുമെന്നാണ് പറഞ്ഞേ, പ്രതികാരം കൊടുക്കും. ഇനി 10ാം വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർ ദൈവത്തിൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നിത്യനാശം എന്ന ശിക്ഷാവധി. സുഹൃത്തെ, സുവിശേഷം വളരെ ലളിതമാണ്, അപ്പം തന്നെ ആധികാരികതയുള്ളത്. യേശുവിൻ്റെ രക്തത്താലാണത് സ്ഥാപിതമായി. ആ സുവിശേഷം അനുസരിക്കുന്നവർക്ക് സത്യദൈവാവബോധം, അനുസരിക്കുന്നവർക്ക് രക്ഷാവബോധം, അനുസരിക്കുന്നവർക്ക് പാപാവബോധം, അനുസരിക്കുന്നവർക്ക് ദൈവസഭാവബോധം, അനുസരിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം, ദൈവപ്രസാദയോഗ്യമായി ക്രിസ്തു കേന്ദ്രീകൃതമായി ആത്മനിയോഗിതമായി വചനാധിഷ്ഠിതമായി പുനരാഗമന പ്രത്യാശ നിർഭരമായിട്ടൊക്കെ ജീവിക്കാൻ സുവിശേഷം അനുസരിക്കുന്നവർക്ക് കഴിയും. പക്ഷേ സുവിശേഷം അനുസരിക്കാത്തവർ പ്രതികാരത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. ദൈവത്തിൻ്റെ പ്രതികാരമാണ്, നാട്ടുകാരുടെ പ്രതികാരമല്ല, ദൈവത്തിൻ്റെ പ്രതികാരമാണ്. തടുത്തു നിൽക്കാൻ ആർക്കും പറ്റില്ല. അവൻ വരുത്തുന്ന ഹാനിയോട് പ്രതികരിക്കാൻ ആർക്കും പറ്റില്ല. അവനോട് ശാഠിച്ചിട്ട് ഹാനി വരാത്തവൻ ആരുമില്ല. യോബിൻ്റെ പുസ്തകത്തിലെ വാക്യമാണ്, അറിയാമോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതികാരം അവരുടെ മേൽ വരും. മാത്രമല്ല, അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് എന്തിലേക്ക് മാറുമെന്ന നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഇത് ഞങ്ങൾ ഉറക്കെ ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാടും വിളിച്ചു പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് സുവിശേഷം അനുസരിച്ചോണം. ഈ കേട്ട സുവിശേഷം ഞാൻ അനുസരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു പാസ്റ്ററേ. അതിനെനിക്ക് സന്തോഷമുണ്ടെന്ന് ഉറപ്പുള്ളവരെ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, ദൈവസന്നിധിയിൽ വേഗം ചാടി എഴുന്നേൽക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം നിത്യനാശമെന്ന ശിക്ഷാവിധിയാണ്, ദൈവത്തിൽ നിന്നുള്ള പ്രതികാരമാണ്. അതനുഭവിക്കാതെ നിത്യസന്തോഷത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, സമൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ, വിടുതലിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ ഇന്ന് രാത്രി ദൈവദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ മാത്രമല്ല ഈ വേദിയിൽ നിൽക്കുന്ന ഇതിനോട് സമീപത്ത് ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്ന ദൈവദാസന്മാർ, സദസ്സിലുള്ള ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ, ഞങ്ങളുടെ ശുശ്രൂഷക്കാരുത്തികളായ കർത്തൃദാസ്യന്മാർ ഒരുമിച്ച് ചേർന്ന് നാടിനോട് വിളിച്ചു പറയുന്നു, പ്രതികാരം നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. നിത്യനാശമെന്ന ശിക്ഷാവിധിയിലേക്ക് നിവദിച്ചാൽ നിങ്ങൾക്ക് പരഗതി ഉണ്ടാകില്ല. അതുകൊണ്ട് വളരെ നിസ്സാരമായി 5 നയ പൈസയുടെ ചെലവില്ലാതെ ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ കർത്താവിൻ്റെ സുവിശേഷത്തെ അനുസരിക്കുന്നതോടെ ലഭിക്കപ്പെടുന്ന നന്മകളെ പ്രാപിച്ചെടുത്തു. ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന് ഞാൻ വിധേയമാകുന്നു എന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രൗണ്ടിൽ കൂടി വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഈ കേട്ട ധന്യമായ സുവിശേഷത്തിന് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നവരെ കരം ഉയർത്തട്ടെ. ഉയരുന്ന കരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആ സുവിശേഷത്തിൻ്റെ നന്മ, ആ സുവിശേഷത്തിൻ്റെ സൗഭാഗ്യം, ആ സുവിശേഷത്തിൻ്റെ എല്ലാവിധമായ സമൃദ്ധിയും നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നു തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ സംസ്കാരം കേട്ടല്ലോ ഇന്ന് രാത്രി. ആ സംസ്കാരം തനിമയിൽ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളോടാണ് എൻ്റെ ചോദ്യം. അഭിഷേകത്തിന് സംസ്കാരമുണ്ടെന്നും ആ സംസ്കാരം വിലപ്പെട്ടതാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തെ ആ സംസ്കാര തനിമയിൽ നിലനിർത്തുവാൻ ഞാൻ ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ ഉറപ്പിക്കാൻ കഴിയുന്നവരെ കരങ്ങളെന്ന് ഉയർത്തുകയും ഇന്ന് രാത്രി ദൈവ അനുഗ്രഹങ്ങൾ, അഭിഷേകത്തിൻ്റെ അനുഗ്രഹം, അഭിഷേകത്തിൻ്റെ നിറവ് കുഞ്ഞുങ്ങളടക്കം കരമുയർത്തുന്നുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേറെ അധമ സംസ്കാരത്തിലേക്ക് പോകാതെ അഭിഷേകത്തിൻ്റെ ഉത്തമ സംസ്കാരത്തിൽ നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരാൻ പോകുകയാണ്. വരുന്നത് ആരെ ചേർക്കാനാ? ഈ സംസ്കാര തനിമയിൽ നിൽക്കുന്നവരെ ചേർക്കാനാ. ആ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, ഒന്ന് ആരാധിച്ചേ ശക്തമായി. ഓ ഹല്ലേലൂയ. ആ കരമടിച്ച് കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ. കൊയറിനോട് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാമല്ലോ. യെസ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വെളിപ്പെടാറായി. അവന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം നിത്യനാശത്തിലേക്കാണ്. പക്ഷെ കർത്താവ് നമുക്ക് തരുന്ന സൗഭാഗ്യം പ്രാപിച്ച് മുന്നേറാനിടയാകട്ടെ. യെസ്, യെസ്, യെസ്.
എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം. ഓ അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തെ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ഓ പാപമറ്റ ജീവിതത്തെ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടത്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം. ഓ കുരുടർക്കും മൂടത്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. നീതിയോടെ രാജ്യഭാരമിട്ട ഭൂവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യഭാരമിട്ട ഭൂവിൽ വേഗം വരുന്ന നാമം. നാടുവഴികളും തന്റെ സുന്ദരമായി കാവിലും സിംഹാസനത്തിൽ വാഴുന്ന നാമം. ഓ നാടുവഴികളും തന്റെ സുന്ദരമായി കാവിലും സിംഹാസനത്തിൽ വാഴുന്ന നാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ഓ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്മേൽ കനിഞ്ഞ നാമം. ഓ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്മേൽ കനിഞ്ഞ നാമം. അന്യനെന്ന പേരെടുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന പേരെടുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം. ഓ അന്യനെന്ന പേരെടുത്ത് എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം. പേരെടുത്ത് എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം. Hallelujah.